ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസ്സഹ്ബിഹി അജ്മഈൻ. ബാബുൽ മസാജിദി മവാദിഉസ് സലാത്തി. മസ്ജിദുകളെക്കുറിച്ചും നിസ്കാരത്തിൻ്റെ മൗലികളെക്കുറിച്ചും പറഞ്ഞ ബാബ്. അൽ ഫസ്ലുൽ അവ്വലു അൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ അന്നഹു ഖാല ലമ്മാ ദഖല നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം ബൈത, നബി തങ്ങൾ കഅബാലയത്തിൽ പ്രവേശിച്ചപ്പോൾ, പലതവണ പ്രവേശിച്ചിന്, ഒരിക്കൽ പ്രവേശിച്ചപ്പെട്ടോ, ദാ നബി തങ്ങൾ ദുആ നടത്തി, ഫീ നവാഹിഹി കുല്ലിഹാ, കഅബാലയത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും ദുആ നടത്തി, ചുറ്റും കൊള്ളു നടങ്ങി, നിസ്കരിച്ചിട്ടൊന്നുമില്ല. വലം യുസല്ലി, ഇതങ്ങ് നിസ്കരിച്ചൊന്നുമില്ല. അങ്ങനെ ഹത്താ ഹറജ മിൻഹു, പുറത്തേക്ക് ഇറങ്ങുന്നത് വരെ നബിതങ്ങൾ നിസ്കരിച്ചതുമില്ല, പിന്നെ ദുആ നടത്തിയിട്ടേ ഉള്ളൂ. അങ്ങനെ ഫലമ്മ ഹറജ, നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം പുറത്തേക്ക് വന്നപ്പോൾ, റക്കഅത്തൈനി ഫീ ഖിബ്ലത്തി, ഖിബ്ലയിലേക്ക് മുന്നിട്ട് കൊണ്ട് 2 റക്അത്ത് നിസ്കരിച്ചു. വഖാല, തങ്ങൾ പറഞ്ഞു, ഹാദിഹി അൽ ഖിബ്ലത്തു, ഇതാണ് ലോക മുസ്ലിമീങ്ങൾക്കുള്ള ഖിബ്ല. റവാഹുൽ ബുഖാരിയോ, റവാഹു മുസ്ലിം അൻഹു, മുസ്ലിം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. അൻഹു, ഇബ്നു അബ്ബാസിനെ തൊട്ട്. പിന്നെ വാൻ ഉസാമത്താന്നുണ്ടോ? വാനുണ്ടോ? ആ, മൂപ്പര് ഉസാമത്ത് ചെയ്തതിനെ തൊട്ടും അങ്ങനെയാണ്. പിന്നെ وعن عبد الله بن عمر رضي الله عنهما أن رسول الله صلى الله عليه وسلم دخل الكعبة, നബി തങ്ങൾ കഅബാലയത്തിൽ കയറി. മൂപ്പര് മാത്രമല്ല, ഹുവ ഉസാമത്ത് ബിൻ സെയ്ദിൻ, ഒപ്പാരുണ്ട്. ഉസാമത്ത് ബിൻ സെയ്ദ് ഉണ്ട്, ഉസ്മാൻ ബിൻ ത്വൽഹ അൽ ഹജബി ഉണ്ട്, ബിലാൽ ബിൻ റബാഹ് ഉണ്ട്. ഈ മൂന്നാളൊപ്പം മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കഅബാലയത്തിൽ കയറി. ഫഅഗ്ലഖഹാ അലൈഹി, എന്നിട്ട് എന്ത് ചെയ്തു അറിയോ? നബിതങ്ങൾ വാതിലങ്ങടച്ചു, ഉള്ളിൽ കയറിയിട്ട്. അപ്പോൾ മഖദഫി, അതിനകത്ത് വെച്ച് താമസിച്ചു. സഅൽതു ബിലാലൻ, പിന്നെ പുറത്ത് വന്നപ്പം ബിലാൽ ബിൻ റബാഹിനോട് ഞാൻ ചോദിച്ചു, ഹീനമാ ഖറജ, പുറത്ത് വന്നപ്പോൾ, മാദാ സന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, വാതിലടച്ചകത്ത് നിന്നപ്പോൾ നബിതങ്ങൾ എന്താണ് ചെയ്തത്? ഫഖാല, അപ്പം ബിലാൽ എന്നവർ പറയാണ്, ജാലാതങ്ങളാക്കി ഉമൂദൻ യസാരിഹി, ഒരു തൂണിന് ഇടതു ഭാഗത്തുമാക്കി, ഉമൂദൈനി യമീനിഹി, 2 തൂണിനെ വലതു ഭാഗത്തുമാക്കി, സലാസത ആമിദത്തിൻ വറാഅഹു, 3 തൂണുകളെ പിന്നിലും ആക്കി. വക്കാനൽ ബൈത്ത് യൗമഇദിൻ അലാ 6 ആമിദ, അക്കാലത്ത് കഅബാലയത്തിന് 6 തൂണായിരുന്നു. എന്നിട്ട് ആ സ്ഥലത്ത് നിന്നിങ്ങാണ്ട് തുമ്മസല്ല, പിന്നെ തങ്ങൾ അങ്ങ് നിസ്കരിച്ചു. മുത്തഫഖുൻ അലൈഹി. 6 തൂണുണ്ട്. ഇങ്ങോട്ട് എന്ത് ചെയ്ത് അറിയോ? ഒരു തൂണ് ഇടതുഭാഗത്തും 2 തൂണ് വലതുഭാഗവും 3 തൂണ് ബാക്കിലുമാക്കിയിട്ട് ചുമരുമക്ക് തിരിഞ്ഞിങ്ങാണ്ട് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തു? അങ്ങോട്ട് നിസ്കരിച്ചു. മനസ്സിലായില്ലേ? وعن أبي هريرة رضي الله عنه أنه قال قال رسول الله صلى الله عليه وسلم സ്വലാത്തുൻ, ഒരൊറ്റ നിസ്കാരം. തങ്കീറിന് അങ്ങനെ വാനിട്ടു, ഇഫ്രാദിനെ വൈദപ്പിക്കുന്നു. ഒറ്റ നിസ്കാരം, ഫി മസ്ജിദി ഹാദാ, എൻ്റെ ഈ പള്ളിയിലുള്ള ഒറ്റ നിസ്കാരം, ഹൈറുൻ, ഹൈറാണ്, മിൻ അൽഫി സലാത്തിൻ, 1000 നിസ്കാരത്തേക്കാൾ, ഫീമാ സല്ല സിവാഹു, ഇപ്പള്ളിയല്ലാത്ത, എൻ്റെ ഈ പള്ളി ഒറ്റ നിസ്കാരം ഇപ്പള്ളിയല്ലാത്ത ഏത് പള്ളി നിസ്കരിക്കുന്നതിനേക്കാളും 1000 നിസ്കാരത്തിനേക്കാൾ ഹൈറാണ്. ഏതൊഴിക? ഇല്ലൽ മസ്ജിദുൽ ഹറാം, മസ്ജിദുൽ ഹറാം ഒഴികെ. ശരിയല്ലേ? പിന്നെ അങ്ങനെയാണ്. ഇല്ലൽ മസ്ജിദുൽ ഹറാം മസ്തനത്തില്ലാമിയന്തസിബ്, കേട്ടണോ? താമാ മുജബ കലാമലി നിസ്ബിക്കാരും. മുത്തഫഖുൻ അലൈഹിയാണത്. വൻ നബി സഈദ് ഖുദരി റളിയല്ലാഹു അൻഹു അന്നഹു ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹിൻ്റെ റസൂൽ പറയാണ്, ലാ തുഷദ്ദുർ റിഹാലു, യാത്രാ സാമഗ്രികൾ കെട്ടിങ്ങാണ്ട് പോകപ്പെടരുത്, ഇല്ലാ ഇലാ സലാസത്തി മസാജിദ, 3 പള്ളികളിലേക്കല്ലാതെ. ഈ പേരും പറഞ്ഞാണ്ട് ഇന്ന് ഡൽഹിക്ക് വിദ്യാഭ്യാസം നേടാൻ പോകാൻ പാടില്ല എന്നൊന്നും അർത്ഥം വെക്കരുത് കേട്ടോ. 3 പള്ളിക്കല്ലാതെ കൊടുക്കും യാത്രക്ക് ഒരുങ്ങി പോകാൻ പാടില്ലോ എന്നറിഞ്ഞാണ്ട് ഇവിടുന്ന് എടുക്കും ഒന്നും ഇടിമടിച്ചാനും മറ്റിനൊന്നും എടുക്കും പോകരുത്, വരി തന്നെ കുത്തിക്കണം, പോകുകയാണെങ്കിൽ അക്കത്തേക്ക് പോകാം, അങ്ങനെയൊന്നും നിയമമൊന്നും ഇല്ല കേട്ടോ. അതൊക്കെ വിശദീകരണം പറയണം. ഒക്കെ ഇമാമിങ്ങൾ വിവരിച്ചിട്ടുണ്ട്. പള്ളി എന്നുള്ളവർക്ക് 3 പള്ളിക്കല്ലാതെ പോകരുത് എന്നാണ് പറഞ്ഞത്. ആ തുഷദ്ദു റിഹാലു,
ഇലാ മസ്ജിദിൻ ഒരു പള്ളിയിലേക്കും ഇല്ല ഇല സലാസ് 3 പള്ളിയിലേക്കല്ലാതെ മുസ്ലിമിന് കളയപ്പെട്ട് പോയിക്കണം അവിടെ. ഒരു പള്ളിയിലേക്കും പോകരുത്, 3 പള്ളിയിലേക്കല്ലാതെ എന്ത് ചെയ്യരുത്, പള്ളി എന്നുള്ള പുണ്യം വിചാരിച്ചിട്ട് പോകരുത്. ബാക്കിയുള്ള പള്ളിക്കൊക്കെ ഒരേ സ്ഥാനമാണ്. ഒരു പള്ളി എന്നുള്ളവർക്ക് 3 പള്ളിക്ക് എന്തുള്ളൂ ബഹുമാനമുള്ളൂ. പിന്നെ പിന്നെ മസ്ജിദുൽ ഹറാം വൽ മസ്ജിദുൽ അഖ്സ വ മസ്ജിദി ഹാദാ, മക്കത്തെ പള്ളി, എൻ്റെ ഈ പള്ളി, മസ്ജിദുൽ അഖ്സ, ഈ 3 പള്ളിയാണത്. മുത്തഫഖുൻ അലൈഹി. വഅൻ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു അന്നഹു ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാ ബൈന ബൈതി വ മിൻബരി, എൻ്റെ വീടിൻ്റെയും എൻ്റെ മിമ്പറിൻ്റെയും ഇടയിലുള്ള തലം റൗളത്തും മിൻ റിയാദിൽ ജന്ന, സ്വർഗീയ ആരാമങ്ങളിൽപ്പെട്ട ഒരു ആരാമമാണ്. ഒന്നുകിൽ ഈ സ്ഥലം നാളെ സ്വർഗത്തിൽ വരും, ആ സ്ഥലം നാളെ സ്വർഗത്തിലുണ്ടാവും. അതല്ലെങ്കിൽ അവിടെ നിസ്കരിച്ചാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വർഗീയ ആരാമം നിസ്കരിക്കുന്ന ഒരു സമാനമാണ്, അല്ലെങ്കിൽ സ്വർഗം കിട്ടാൻ ഹേതുവാണ്. ഫലമാനിയാണ്. അപ്പോൾ മിമ്പരി അല ഹൗലി, എൻ്റെ മിമ്പർ എൻ്റെ ഹൗലിൻ്റെ മുകളിലാണ്. അതിനുണ്ട് ഒരുപാട് തഫ്സീർ പറയാൻ, മനസ്സിലായില്ലേ? അപ്പം അവിടെ നിസ്കരിച്ചിട്ടുണ്ട് എൻ്റെ മിമ്പരി അല ഹൗലി അല ഹാഫത്തിഹീൻ ഫമൻ ഷഹീദഹു മുസ്തമിയൻ ഇലയ്യ ഔ മുതബരികം ബിദാലിക ലഹരി ഷഹിദൽ ഹൗല എന്നാണ് അവിടെ ഒരു സീർ പറഞ്ഞത്. എങ്ങനെ? എൻ്റെ മിമ്പർ ഹൗലിൻ്റെ ചാരത്താണ്. അല ഹൗലി തന്നെ അല അതിന് മാനാക്കാണ് എന്ന് പറഞ്ഞോള്, ചാരത്ത് നിന്ന് മാനുണ്ട്. എൻ്റെ മിമ്പറിൻ്റെ ചാരത്താണ്, ഹൗലിൻ്റെ ചാരത്താണ് എൻ്റെ മിമ്പർ എന്ന് വെച്ചാൽ ഒരു തഫ്സീർ പറഞ്ഞ ഇതാണ്, എൻ്റെ മിമ്പറിൻ്റെ അടുത്ത് നിന്നല്ലേ വാങ്ങുക വേദ പറഞ്ഞു നീനത്. അവൻ എന്നിൽ നിന്ന് കിട്ടുന്ന ഇൽമ് കിട്ടാൻ വേണ്ടിങ്ങാണ്ട് എൻ്റെ ചാരത്ത് വന്ന് ഇരുന്നിട്ടുണ്ടെങ്കിൽ അവൻ എവിടെത്തും, നാളെ എൻ്റെ ഹൗലിങ്കലെത്തും. ഒരു തഫ്സീർ മുത്തഫഖുൻ അലൈഹിയാണ്. وعن ابن عمر رضي الله عنهما أنه قال كان النبي صلى الله عليه وسلم, അള്ളാഹിൻ്റെ റസൂൽ ആയി യൈത്തി മസ്ജിദ കുബാ പള്ളിയിൽ പോകാറുണ്ടായിരുന്നു. കുല്ല സബ്തിൻ എല്ലാ ശനിയാഴ്ചയും, റാക്കിബൻ വ മാഷിയൻ ചിലപ്പോൾ കാൽനടയായിട്ടും ചിലപ്പോൾ വാഹനയാത്രക്കാരനായിട്ടും, എന്നിട്ട് വിസല്ലി ഫീഹി റകഅത്തൈൻ 2 റകഅത്ത് നിസ്കരിക്കുകയും ചെയ്യാറുണ്ടായിരുന്നു. മുത്തഫഖുൻ അലൈഹി. ഇബ്നു അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു അന്നഹു ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, പിന്നെ അഹബ്ബുൽ ബിലാദി ഇലല്ലാഹി മസാജിദുഹാ, അള്ളാഹിൻ്റെ വലതുകളിൽ നിന്ന് അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അതിലുള്ള പള്ളികളാണ്. വഅബ്ഗദുൽ ബിലാദി ഇലല്ലാഹി അസ്വാഖുഹാ, വലതിൻ്റെ കൂട്ടത്തിൽ നിന്ന് അള്ളാഹിക്ക് ഏറ്റവും ദേഷ്യമുള്ള ഇടം അവിടുത്തെ അങ്ങാടികളുമാണ്. റവാഹു മുസ്ലിം. വഅൻ ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൻ ബനാ ലില്ലാഹ്, അള്ളാഹ്ക്ക് വേണ്ടി നിർമ്മിച്ചാൽ, മസ്ജിദിന് പള്ളി നിർമ്മിച്ചാൽ, ബനല്ലാഹു ലഹു ബൈതൻ ഫിൽ ജന്ന, അള്ളാഹു അവന് വേണ്ടി സ്വർഗത്തിൽ ഒരു കൊട്ടാരം പണിതു. മുത്തഫഖുൻ അലൈഹി. പിന്നെ وعن أبي هريرة رضي الله عنه أنه قال قال رسول الله صلى الله عليه وسلم من غدا إلى المسجد أو راح, ആരെങ്കിലും പള്ളിയിലേക്ക് രാവിലെയോ വൈകുന്നേരമോ പോയാൽ അഅദ്ദല്ലാഹു ലഹു നുസുലഹു, അവൻ്റെ വിരുന്നിനെ അള്ളാഹുവിന് ഒരുക്കി കഴിഞ്ഞു. മിന ജന്ന, സ്വർഗത്തിൽ നിന്നുള്ള, കുല്ലമാ ഗദാ ഔ റാഹ, രാവിലെ വൈകുന്നേരം പോയിക്കൊണ്ടിരിക്കുന്ന കാലത്തോളം. മുത്തഫഖുൻ അലൈഹി. ശരിയല്ലേ? وعن أبي موسى الأشعري رضي الله عنه قال قال رسول الله صلى الله عليه وسلم أعظم الناس أجرا, ജനങ്ങളിൽ നിന്ന് കൂലിയാൽ വണ്ണമായവൻ, ഫി സ്വലാത്തി നിസ്കാരത്തിൽ കൂലിയാൽ വണ്ണമായവൻ, അബ്വാദുഹും അവരിൽ നിന്ന് ഏറ്റവും ഏറിയവരാണ്, ഫഅബ്വാദുഹും കഴിഞ്ഞിട്ട് പിന്നടുത്ത് ദൂരമുള്ളവരാണ്, മംഷൻ കാൽനടയാൽ, വല്ലതി എന്തതൊരു സ്വലാത്ത് നിസ്കാരത്തെ കാത്തു നിൽക്കുന്നവൻ, ഹത്തായുസല്ലി അഹാമൽ ഇമാമി ഇമാമിൻ്റെ കൂടെ നിസ്കരിക്കാൻ വേണ്ടിങ്ങാണ്ട് നിസ്കാരം കാത്തു നിൽക്കുന്നവൻ, അഅ്ളമു കൂലിയാൽ വണ്ണമായവനാണ്, മിനല്ലദി യുസല്ലി സുമ്മനാമു വേഗം നിസ്കരിച്ചുകാണ്ട് വേഗം കുടി പോയിങ്ങാണ്ട് നിസ്കരിച്ചുകാണ്ട് കടന്നിറങ്ങുന്നവനേക്കാൾ. മുത്തഫഖുൻ അലൈഹി. മനസ്സിലായില്ലേ? അങ്ങനെയൊക്കെയാണ്. ചിലർക്ക് ഒരു ബേജാറാണ് തെത്താതിരിക്കാത്തത്. പക്ഷേ ഇതന്നെ കടന്നിറങ്ങാൻ നേരം വൈകിയിട്ട് വല്ലേൻ്റെ പോയി മുലിയാരേൻ്റെ പോയി വെച്ചിട്ട്, മനസ്സിലായില്ലേ? അതിനും പോലെ കൂലിട്ടല്ലേ വേണ്ടിയുള്ളൂ. കൂലി കിട്ടാനോ കാണുവാണ് വെറുതെ കൂലിട്ടല്ലേ. അള്ളാഹ്ക്ക് ഇഷ്ടം പോലെ അള്ളാഹ് കൂലിയില്ല, തീരാത്ത കൂലിയില്ലേ. മുത്തഫഖുൻ അലൈഹി ആണല്ലേ.
റളിയല്ലാഹു അൻഹു അന്നഹു ഖാല ഹലത്തിൽ ബികാഉ, കുറച്ച് ഭൂപ്രദേശം ഒഴിഞ്ഞു കടന്നു, ഹൗലൽ മസ്ജിദി, മദീനത്തെ പള്ളിൻ്റെ ചുറ്റുഭാഗത്തും കുറച്ച് ഒഴിഞ്ഞ സ്ഥലമുണ്ടായിരുന്നു. ആ സമയത്ത് ഫാറാദ ബനു സലിമ ഗോത്രക്കാർ ഉദ്ദേശിച്ചു യന്തഖിലു ഖുർബൽ മസ്ജിദി, പള്ളിയുടെ ചാരത്തേക്ക് നീങ്ങാൻ ഉദ്ദേശിച്ചു. ബനു സലിമ ഗോത്രക്കാർ കുറേ അവർ അവിടെയൊക്കെ എങ്ങനെയാണ് ഒരു ഗോത്രം ഒന്നായിട്ട് തുടി പാർക്കും, പിന്നെ കുറേ ആളുമേനില്ലാത്ത സ്ഥലം, പിന്നെ കുറേ കഴിഞ്ഞാൽ ഒരുപാട് ജനങ്ങൾ താമസം, ഇങ്ങനെയൊക്കെ ഉണ്ട. അപ്പോൾ ബനു സലിമ ഗോത്രക്കാർ ദിവസം 5 വട്ടം പള്ളിലേക്ക് വന്നു പോകുക എന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടാണ്, അവർക്ക് നടക്കേണ്ട അത്ര ദൂരം. അപ്പോൾ എല്ലാവരും ഒരു പരിപാടി എടുത്ത് മദീനത്തെ പള്ളിയിൽ ചുറ്റും ഒരുപാട് സ്ഥലം ഒഴിഞ്ഞിടക്കുന്നുണ്ടല്ലോ, എന്നാൽ നമ്മളെല്ലാവരും കൂടി ഇങ്ങനെ സ്ഥലം വാങ്ങിങ്ങാണ്ട് ഇങ്ങോട്ട് നീങ്ങിയാലേ 5 വട്ടം പള്ളിലേക്ക് പോകാൻ സുഖമില്ലേ, ഇത്ര തവണ നടക്കണ്ടല്ലോ. അതാ വളരെ വിളയി കണിക്കിൻ്റെ വിളി. ഇപ്പോൾ വല കഥാലിക്കൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഈ വിഷയം ആർക്കെത്തി? മുത്തനബിൻ്റെ ചുവട്ടിലെത്തി. ഫക്കാലഹും, തങ്ങളോട് ചോദിച്ചു, ബലകനി, അല്ല എനിക്കൊരു വിവരം കിട്ടിയല്ലോ, അന്നക്കും തുരീദൂന, നിശ്ചയം നിങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ട്, ഞാൻ തന്തക്കയിലോ കുർബൽ മസ്ജിദ്, പള്ളിൻ്റെ അരൂക്ക് നീങ്ങണമെന്ന് ഉദ്ദേശിക്കുന്നുണ്ടെന്ന് വിവരം കിട്ടി. കാലു നാം യാ റസൂൽ അള്ളാഹ് ദൂതരെ, ഒളിമറിയൊന്നുമില്ല, സംഗതി അങ്ങനെ തന്നെയാണ്, ഉദ്ദേശിച്ചിട്ടുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. കത് അറദിനാദാരിക്കാൻ, നിശ്ചയം ഞങ്ങൾ ഉദ്ദേശിച്ചിട്ടുണ്ട് നബിയെ. ഫകാല, തങ്ങൾ പറഞ്ഞു, യാ ബനി സലിമ, ബനി സലിം ഗോത്രക്കാരെ, ദിയാറക്കും തുക്തബാധാറുക്കും, ദിയാറക്കും തുക്തബാധാറുക്കും, നിൽക്കോടെ തന്നെ നിന്നോളി, കാൽപാദം എഴുതപ്പെടും, നിൽക്കോടെ തന്നെ നിന്നോളി, കാൽപാദം എഴുതപ്പെടും. നിങ്ങളുടെ വീടുകളെ നിങ്ങൾ ആദ്യമാക്കിക്കോളീൻ. ഇൽസമൂ ദിയാറക്കും, ആ വീട് അവിടെ തന്നെ നിന്നോട്ടെ, 5 വട്ടം തോനെ നടന്നോളേ, കാൽപാദത്തിൻ്റെ എണ്ണം കണ്ട് എന്ത് ചെയ്തു, പ്രതിഫലം എഴുതപ്പെടുന്നുണ്ട്. പള്ളിൻ്റെ അടുത്ത് വാർത്ത പിന്നെ ഏത് പറയും, കാൽപാദത്തിൻ്റെ എണ്ണം കുറയുമ്പോൾ നിൽക്കുന്നിടത്ത് നിന്നോളീ. റവാഹു മുസ്ലിം. വൻ നബി ഹുറൈറ റളിയല്ലാഹു അൻഹു ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, സബ്അത്തുൻ, 7 വിഭാഗം ആളുകൾ, യുളില്ലുഹുമുല്ലാഹു ഫീ ദില്ലിഹി, അള്ളാഹുവിൻ്റെ മഹത്തായ ലില്ലിൽ കുറച്ച് 7 വിഭാഗം ആളുകൾക്ക് ലില്ല് കൊടുക്കും, നിഴൽ കൊടുക്കും. ലാ ലില്ല ഇല്ലാ ദില്ലുഹു, അള്ളാഹുവിൻ്റെ ലില്ലല്ലാതെ ആ ദിവസം ഒരു നിഴലുമില്ല. പിന്നെ അള്ളാഹു പ്രത്യേകം കൊടുക്കണതില്ല്. 7 വിഭാഗം. ഇമാമുൻ ആദിൽ, നീതിമാനായ ഭരണാധികാരി. 2 ഷാബുൻ നശഫി ഇബാദത്തില്ലാഹി, അള്ളാഹിൻ്റെ ഇബാദത്തിലായി ജനിച്ചു വളർന്ന യുവാവ്. പ്രായപൂർത്തിയായപ്പോഴേ നേരത്തെ നിസ്കരിച്ചും കൊണ്ടും, പ്രായപൂർത്തിയായപ്പോഴേ നോൽമ്പ് നോറ്റും കൊണ്ടും, പ്രായപൂർത്തിയായപ്പോഴേ പിന്നെ ഹയറൊക്കെ ചെയ്തും കൊണ്ടും ഷർറൊക്കെ ഒഴിവാക്കിയും കൊണ്ടും, അങ്ങനെ ഓൻ്റെ നടത്തം. അല്ലാതെ 10-40 കൊല്ലം ഇങ്ങനെ തോന്നിയാൽ പിന്നെ ഇങ്ങോട്ട് പള്ളിയേക്ക് മാലിയെടുത്ത് ഇറങ്ങിയേക്കല്ല. ഓൻ പ്രായപൂർത്തിയായപ്പോഴേ എങ്ങനെയാണ്, ഓൻ ദീനീ ജീവിതത്തിലാണ്. നസഫി ഇബാദത്തില്ല, ഇബാദത്തുല്ലാഹിയിലായിട്ടാണ് ഓനിങ്ങനെ വളർന്നുണ്ടായത്. പിന്നെ നെക്സ്റ്റ്, റജുലുൻ, ഒരു മനുഷ്യൻ, ഒരു പുരുഷൻ, ഖൽബുഹു മുഅല്ലഖുൻ ബിൽ മസ്ജിദ്, അവൻ്റെ കൽബ് പള്ളിയുമായി ബന്ധിപ്പിക്കപ്പെട്ടതാണ്. ഇദാ ഖറജ മിൻഹു ഹത്താ യഊദ ഇലൈഹി, അതിൽ നിന്ന് വെളിയിൽ വന്നാൽ അതിലേക്ക് തിരിച്ചെത്തുന്നത് വരെ എപ്പോഴും പള്ളി. ഓന്ന് മൂത്രമൊക്കെയാണെങ്കിലും വേണം പള്ളി, എപ്പം ഒന്ന് ഉറക്കം വരണമെങ്കിലും വേണം പള്ളി. എപ്പോഴും പള്ളിക്കൊക്കെ എടുത്തെങ്കിലും എന്താവുള്ളൊരു ജനങ്ങളല്ലേ, എപ്പോഴും പള്ളിയായിട്ട് ബന്ധപ്പെട്ട മനുഷ്യന്മാരെ കണ്ടില്ലേ. അങ്ങനത്തെ മനുഷ്യനുണ്ടല്ലോ, അവനും 7 വിഭാഗത്തിൽപ്പെട്ടവനാണ്. റജുലാനി, 2 മനുഷ്യന്മാർ. ഇവിടെ റജുലാനിക്ക് പുരുഷന്മാർ നടത്തല്ല കേട്ടോ, 2 മനുഷ്യന്മാർ. തഹാബ്ബ ഫില്ലാഹി, അള്ളാഹിൻ്റെ മാർഗത്തിൽ അവർ പ്രിയം വെച്ചോ. ഇജ്തമഅ അലൈഹി വതഫറഖ അലൈഹി, അവരുടെ ഇജ്തിമാവും ആ ഹുബ്ബുല്ലാഹിൻ്റെ പേരിലാണ്, അവരുടെ തഫറഖും അതിൻ്റെ പേരിലാണ്. ഹുബ്ബുല്ലാഹി ആണെന്ന് പറയാം, ഹുബ്ബും ഫില്ലാഹി എന്താ അറിയുക, അള്ളാഹിന് മാർഗത്തിൽ ഹുബ്ബ് എന്ന് പറഞ്ഞാൽ ഒരാൾ മറ്റൊരാൾ പ്രേമിക്കാനുള്ള കാരണം അള്ളാഹുമായി ബന്ധപ്പെട്ട സംഗതിയായി. അപ്പം എന്തൊക്കെ കാര്യത്തിലാണ് പ്രേമിക്കും ഒരു മനുഷ്യൻ മറ്റു മനുഷ്യനെ? ഒരാൾ നല്ലൊരു അഭിനയം കാഴ്ചവെച്ചാൽ കണ്ടില്ല നിങ്ങൾ പ്രേമിക്കണ് ഇല്ലേ? നടന്മാരും നടിമാരും പ്രേമിക്കുന്നതിൻ്റെ പേരിലാണ്, ഓല അഭിനയത്തിൻ്റെ കഴിവിൻ്റെ പേരൊക്കെ അല്ലേ. നല്ല പാട്ട് പാടുന്ന ആളാണെങ്കിൽ പ്രേമിക്കണില്ലേ? പല കാര്യത്തിനാലും മനുഷ്യൻ മറ്റാൾ പ്രേമിക്കും. എന്നാൽ ഹുബ്ബും ഫില്ലാഹി, സ്വഹാബത്തിന് മുത്തനബിയോടുള്ള പ്രേമം, മുത്തനബിക്ക് സ്വഹാബത്തിനോടുള്ള പ്രേമം, ഒരു ഉസ്താദിന് ശിഷ്യനോട് ഉള്ള പ്രേമം, ശിഷ്യൻ ഉസ്താദിനോടുള്ള പ്രേമം, ഇന്ന മുമ്മിനായ മാതാപിതാക്കളുടെ മകനായി ജനിച്ചതിൻ്റെ പേരിൽ ഉമ്മി ബാപ്പി ഇന്നെ സത്യവെള്ളിലേക്ക് എത്തിച്ചെന്നുള്ളതിൻ്റെ പേരിൽ മാതാപിതാക്കളുടെ പ്രേമം, ഇതൊക്കെ എന്താണ്? ഹുബ്ബും ഫില്ലാഹിയാണ്.
മനസ്സിലായില്ലേ? ഈ മൗസ റളിയല്ലാഹു അൻഹു ശരിക്കും വിവരിക്കുന്നുണ്ട് ഇൻഷാ അല്ലാഹ്. വറജുലൻ മറ്റൊരു പുരുഷനുണ്ട് ദക്കറല്ലാഹ ഖാലിയാ, അവൻ വിജനമായ നിലയിൽ അള്ളാഹുവിനെ ഓർത്തിട്ട് വഫാദത്ത് ഐനാ, അവൻ രണ്ട് കണ്ണുകൾ ഒഴുകിപ്പോയി. ശരിയല്ലേ? അല്ലാതെ ഡി പ്ലസ് ഉണ്ടോലോ എന്ന് കേട്ടപ്പോൾ അല്ലെങ്കിൽ ഡി ഉണ്ടോലോ എന്ന് കേട്ടപ്പോൾ കണ്ടെന്ന് കണ്ടില്ല ഈ എല്ലാം അറിയുന്നത്. പിന്നെ അള്ളാനെ വിചാരിച്ചിട്ട് ഒറ്റക്ക് കുത്തിർന്ന് കണ്ട് പരലോകം വിചാരിച്ചിട്ടും ശിക്ഷ വിചാരിച്ചിട്ടും ആഹ്റം വിചാരിച്ചിട്ടും അങ്ങനെ ഓന്ത് ചെയ്ത് അള്ളാൻ്റെ ഭാഗം ഓർത്തിട്ട് ഓന് ഒറ്റക്കിരുന്ന് കണ്ണീര് വന്നോ എന്നോട് വിളിച്ചു പോന്നു. ശരി, നമ്മളെ കണ്ണ് വരണമെങ്കിൽ അല്ലേ ഓറഞ്ച് എന്തി വാങ്ങാൻ, കുറച്ച് ഓറഞ്ച് വാങ്ങേണ്ടി എന്നാ വരും. എന്നിട്ട് റജുൻ മറ്റൊന്ന് റജുലാണ് ദാത്തുഹും റാത്തുൻ, ഒരു പെൺകുട്ടിയോളം വിളിച്ചോനെ ക്ഷണിച്ചോ. ദാത്ത് ഹസബിൻ വജമാരി, നല്ല തറവാടിത്തവും മഞ്ചുമുള്ളതായിരിക്കുന്ന ഒരു മഞ്ചത്തി പെണ്ണ് അവനെ വിളിച്ചു. വാട്സാപ്പിലേ എന്ത് വിട്ടു, ചിഹ്നങ്ങൾ വിട്ടു. അപ്പോൾ മനസ്സിലായില്ലേ ആൾ റെഡിയാണ്. എന്നിട്ടോ ഇപ്പം കാലാ ഓം പറഞ്ഞു ഇനി അഹാഫുള്ളാറിന്, ജി വിചാരിച്ച ആളല്ലേ ഞാൻ പറഞ്ഞു. ജി വിചാരിച്ച ആളല്ലേ ഞാൻ പറഞ്ഞു. ഇനി അഹാഫുല്ലാഹ, ഞാൻ അള്ളാനെ പേടിക്കുന്നുണ്ട് കാരണം. ഇങ്ങോട്ട് ലാസ്റ്റ് വായിച്ചു. റജുലിൻ, ഒരു മനുഷ്യൻ, തസദ്ദഖ ബി സദഖത്തിൻ, ഒരു സദഖ വണ്ടമായ സദഖ കൊണ്ടവൻ സദഖ ചെയ്തു. ഫഹ്ഫാഹ, അതവൻ പൂഴ്ത്തി വെച്ചു. ആരോടും കൊടുത്തപ്പോഴും അറിഞ്ഞില്ല, കൊടുത്തു കഴിഞ്ഞിട്ടും പറഞ്ഞില്ല. അത് പൂത്തി വെച്ചു. അള്ളിയും ഓനും മാത്രമേ അത് അറിയുള്ളൂ. ഹത്താല തഅലമു ശിമാലുഹു മാ തുൻഫിഖു യമീനുഹു, തൻ്റെ വലത് കൈ ചെലവഴിച്ചതിനെ ഇടത് കൈ അറിയാത്ത വിധം. അത് ആലങ്കാരിക പ്രയോഗം, അല്ലാതെ വലത്തെ കൈ കൊടുക്കും ഇടത്തെ കൈ വേക്കി കുടിച്ചാണെന്നല്ല പറയുന്നത്. പിന്നെ അത് ആലങ്കാരിക പ്രയോഗ. ഒരു മനുഷ്യനോട് മുണ്ടിയില്ല, മനസ്സിലായില്ലേ? അതിൻ്റെ അർത്ഥം ഒരു മൈക്കി കൂടെ പറഞ്ഞ് വിചാരിച്ചിങ്ങാണ്ട് കൂലി പോകുന്നല്ല പറയുന്നത്. അറസിൻ്റെ തണൽ കിട്ടാവുന്ന 7 അമലിൻ്റെ കൂട്ടത്തിൽപ്പെട്ട മഹത്താര അമലാണ് രഹസ്യമായിട്ട് എന്ത് ചെയ്യുക, സ്വതക്ക് ചെയ്യുക എന്ന് പറഞ്ഞത്. എന്തായാലും മഹത്വം കൂടാനുള്ള കാരണം എന്ന് വെച്ചാൽ 99.99% മനുഷ്യന്മാരും വേറെ ആൾ അറിയുമ്പോൾ ഒരു സുഖം പൽപൂര കയറും. അപ്പോൾ അത് അറിയാതൊക്കെയാണുള്ള കഴിവ് തന്നെ വല്ലാത്തൊരു കഴിവാണ്. അരീസ് കുറച്ച് ആൾക്കാർക്ക് എന്തുണ്ടാവും, വേറെ ആൾക്കാർ അറിഞ്ഞാലും അത് അല്ല തന്ന് അല്ല അത് കൊടുത്തതേ ഉള്ളൂ, അതിപ്പോൾ എനിക്ക് വലിക്കാനൊന്നും ഒന്നുമില്ല, പോലെ അറിഞ്ഞുകൊണ്ടായിട്ട് പോലെ കാര്യം കിട്ടാനൊത്തുമില്ല എന്നുള്ള നല്ല മനക്കരുത്തുള്ള ആളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ കൊടുക്കണേ നല്ല തന്നെയാണ്. എന്നാൽ കണ്ട് വേറെ ആൾ എന്ത് ചെയ്യും, കൊടുക്കുകയൊക്കെ ചെയ്യും, അതിന് കുഴപ്പമൊന്നുമില്ല. മുത്തഫഖുൻ അലൈഹി. വായിച്ചിട ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വലാത്തു റജുലി ഫിൽ ജമാഅ, ജമാഅത്തിലായും കൊണ്ടുള്ള ഒരു മനുഷ്യൻ്റെ നിസ്കാരം തുളഅഫു അലാ സ്വലാത്തിഹി ഫി ബൈത്തിഹി വഫീ സൂഖിഹി, തൻ്റെ വീട്ടിലും തൻ്റെ പീടികയിൽ നിന്നും ഉള്ള അവൻ്റെ നിസ്കാരത്തിനേക്കാൾ അതിനെ ഇരട്ടിയാക്കപ്പെടും. 25 ളൈഫ, 25 ഇരട്ടി. ശരി, അതിൻ്റെ പരിചയമായതടുക്കരിച്ചാൽ 27 കൂലില്ല എന്നർത്ഥമില്ല കേട്ടോ. അതുപോലെ തന്നെ അവനാൻ്റെ പീടിയൻ്റെ ഉള്ളിൽ നിന്ന് രണ്ടാൾക്കാർ കൂടിങ്ങാണ്ട് ജമാഅത്ത് കരിച്ചാൽ 27 കൂലില്ല എന്നർത്ഥമല്ല. സാധാരണഗതിയിൽ അവനാൻ്റെ വരിയിൽ നിസ്കരിച്ചുമ്പോഴും അതുപോലെ തന്നെ വരിയിൽ നിസ്കരിച്ചും പീടിയിൽ നിസ്കരിച്ചുമ്പോൾ ഒറ്റയ്ക്കാരെ നിസ്കരിച്ചു, അതുകൊണ്ട് അങ്ങനെ പറഞ്ഞ പിന്നെ അപ്പോൾ ദാരിക്ക അങ്ങനെ 25 ഇരട്ടി കിട്ടാനുള്ള കാരണം അന്വേഷിച്ചുമാണ് മനുഷ്യൻ ഇതാ തവല്ലാ വാസന ഒളുവാ, ഒരാൾ ഒളുണ്ടാക്കാൻ വിചാരിച്ചിട്ട് അത് ഒളു ശരിക്കുണ്ടാക്കി. തുമ്മഹറജ ഇലൽ മസ്ജിദി, പിന്നെ പള്ളിയിലേക്ക് പുറപ്പെട്ടു. ലാ യുഖ്രിജുഹു ഇല്ല സ്വലാ, നിസ്കാരമല്ലാതെ അവന് പുറപ്പെടുവിക്കുന്നില്ല. എന്തിനെ പരിന്ന് ഇറങ്ങിയ തന്നെ നിസ്കരിച്ചാണ്. എവിടുക്കാ പോണ്, പള്ളിയേക്ക്. അതല്ലാതെ എന്തിനു വേണ്ടിയല്ല. ഓന് ഒരാൾ എന്ത് ചെയ്തിന് പറഞ്ഞു, ഇന്ന് പള്ളിക്ക് ചെന്നാൽ ഞാൻ തരാറിഞ്ഞ പൈസ ഉണ്ടല്ലോ, വൈകുന്നേരം 5 മണിക്ക് പള്ളിക്ക് വന്നിട്ട് 4:30 പള്ളിക്ക് വന്നിട്ടുണ്ടെങ്കിൽ എൻ്റെ 10,000 ഉറുപ്പിക ഞാൻ ആ പൈസ തരട്ടോ പറഞ്ഞു. എന്നാൽ അന്ന് ആശ്രമത്തെ ജമാഅത്തിനെത്തി. എന്തിനു വേണ്ടിയിട്ട്, അന്നിപ്പോൾ ഏതായാലും ചങ്ങയ്യ 10,000 ഉറുപ്പിക തരാമെന്ന് പറഞ്ഞല്ലോ, അത് വാങ്ങി പോരാ വിചാരിച്ചാണ്ട്. അപ്പോൾ അവന് ഇഹ്റാജ് ചെയ്ത് എന്തല്ല, നിസ്കാരമല്ല, പിന്നെ 20 ഉറുപ്പികയാണ്. അതല്ല പിന്നെ
എന്നാൽ ഈ മനുഷ്യൻ്റെ സ്ഥിതി കേൾക്കണോ, ഖുത്തുവത്തൻ ഒരു ചവിട്ടുമോ ചവിട്ടൂല, ഇല്ലാ റുഫിയത്ത് ലഹൂബിഹാ ദറജ, ഒരു പദവി അത് കാരണമായി ഉയർത്തപ്പെട്ടിട്ടല്ലാതെ, തൻഹുബിയ ഹത്തിയ അത് കാരണമായിട്ട് അവനെ തൊട്ട് ഒരു തെറ്റ് താഴ്ത്തപ്പെട്ടിട്ടല്ലാതെയും, ഫൈദാസല്ല നിസ്കരിക്കുമ്പോൾ ലന്തതിരിൽ മലായിക്കത്തു മലക്കുകളായിക്കൊണ്ടേയിരിക്കും, തുസല്ലി അലൈഹി ഇവൻ്റെ മേൽ പുറക്കലിനെ തേടിക്കൊണ്ടേയിരിക്കും. നിസ്കരിച്ചാണ് ഓ അങ്ങനെ ഫാത്തിഹ ഓതുന്നു, റുക്കൂ ചെയ്യുന്നു, സുജൂദ് ചെയ്യുന്നു, ഇങ്ങനെ നിസ്കരിച്ചാണ്. നിസ്കരിച്ചപ്പോഴൊക്കെ അള്ളാഹുവിൻ്റെ മലായിക്കത്തിൽ ഓന് വേണ്ടി പുറക്കലിനെ തേടിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ പിന്നെ മാതാമ ഫീ മുസല്ലാഹു അവൻ മുസല്ലിനാവുന്ന കാലത്തോളം സലാം വീട്ടിയിട്ട് അവിടെ നിന്ന് കുത്തിർക്കും വേണ്ടി ഓൻ നിസ്കരിച്ച് അതേ സ്ഥലത്ത് അങ്ങനെ ഓരോ മണിക്കൂർ കുത്തിർന്നാലും ആ മണിക്കൂർ നേരം എന്ത് കിട്ടിക്കൊണ്ടിരിക്കും, അള്ളാഹുവിന് മലായിക്കത്തിൻ്റെ ഇസ്തിഗ്ഫാർ കിട്ടിക്കൊണ്ടിരിക്കും. എന്താ പോലും പറയുന്നത്, അല്ലാഹുമ്മ സ്വല്ലി അലൈഹി അല്ലാഹുമ്മ റഹംഹു, അള്ളാഹുവേ ഇയാൾക്ക് നീ നിൻ്റെ റഹ്മത്ത് വർഷിപ്പിക്കണേ, ഇയാളോട് നീ കരുണ കാണിക്കണേ. ഇതാണ് ഓല് ദ്വാരിക്കണത്. വലാ യസാലു അഹദുക്കും ഫീ സലാത്തിൻ, നിങ്ങൾ നിസ്കാരത്തിൽ ആയിക്കൊണ്ടേ ഇരിക്കുകയാണ്, മന്തല്ലറ സലാത്ത് നിസ്കാരത്തെ കാത്തുകൊണ്ടിരിക്കുന്ന കാലത്തോളം. കാമത്തൊടുത്താൽ നിസ്കരിച്ചതിന് വിചാരിച്ച് കാത്ത് ഇങ്ങനെ കുത്തിരിക്കുകയാണ്. എന്നാൽ ആ സമയത്തൊക്കെ അവൻ എന്ത് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്, നിസ്കാരത്തിലായിക്കൊണ്ടിരിക്കുന്ന കൂലി കിട്ടിക്കൊണ്ടിരിക്കുകയാണ്, വെറുതെ കിട്ടുകയാണ് നിസ്കരിച്ചാതെ. എന്ത് പണി, നയിപ്പുള്ള പണി നിസ്കരിച്ചാൽ അല്ലേ. ഇങ്ങോട്ട് റിപ്പോർട്ടിൽ കാണാം, കാലാ റസൂലുള്ള പറയാണ്, ഇതാ ദഖലൽ മസ്ജിദ, ഒരാൾ പള്ളി കയറിയാൽ കാനത്ത് സ്വലാത്തു ദഹബിസുഹു, നിസ്കാരം മോനെ തടഞ്ഞുകൊണ്ടിരിക്കുന്നു. പിന്നെ വസാദ ഫീ ദുആഇൽ മലായികത്തി, ഒരു റിപ്പോർട്ടിൽ മലക്കളുടെ ദുആയിൽ അല്ലാഹു റസൂൽ ഏറെ പറഞ്ഞിട്ടുണ്ട്, അല്ലാഹുമ്മ ഗഫിർ ലഹു അല്ലാഹുമ്മ തുബ് അലൈഹി എന്നുണ്ട്. കഴിഞ്ഞിട്ട് കുറച്ചുകൂടെയാണ് മെയിൻ കിടക്കണോ, മാലം യുഉദി ഫീഹി, ആ ഇരിക്കുന്ന സ്ഥലത്ത് മറ്റുള്ളവരെ ഇടങ്ങേറാക്കാത്ത കാലത്തോളം. സലാം വീട്ടിയാൽ അപ്പം തന്നെ പോകേണ്ട ചില നേരം ഉണ്ടാവും. കാരണം മറ്റൊരു സംഘം ആളുകൾ നിസ്കരിക്കാൻ വേണ്ടി ഇടുങ്ങിയൊരു പള്ളിയിൽ ആൾക്കാർ കാത്തുകയാണെങ്കിൽ അവിടെ നമ്മൾ സലാം വീട്ടിൽ നീച്ചു കൊടുക്കണം. കാരണം എന്താണ്, വേറെ ആൾക്കാർ നിസ്കരിച്ചണ്ടേ. അതല്ലെങ്കിൽ എന്ത് ചെയ്യുന്നുണ്ട്, അറോട്ടാട്ടയ്ക്ക് ഉത്തർന്ന് ഇടങ്ങേറായ സമയമാണ്, മറ്റുള്ളവർക്ക് പിന്നെ ഇരുത്തങ്ങളുടെ ശല്യമാണ്. എന്നോ എന്ത് ചെയ്യണമെന്ന് നീച്ചു, വേറെ ആക്കി മറ്റേ ഇരുത്തം കൊണ്ട് ഇടങ്ങേറില്ലെങ്കിൽ എന്ത് ചെയ്യാവൂ, അവിടെ ഇരിക്കാവൂ. ഇടങ്ങേറാക്കിയിരുന്നുണ്ടെങ്കിൽ ഏത് കിട്ടൂല, മലക്കളുടെ സെഫാർ കിട്ടൂല. കഴിഞ്ഞിട്ടില്ല. മാലം യുഹദിസ് ഫിഹി, അതിൽ ഒന്ന് മുറിയാത്ത കാലത്തോളം. ഒന്ന് മുറിഞ്ഞാൽ പള്ളിയല്ലേ, വേഗം പോയി ഒന്നും ഉണ്ടാക്കി വന്നിരിക്കണം. അതാണ് ഇതിനകത്ത് മുത്തഫഖുൻ വഅൻ അബീ ഉസൈദിൻ റളിയല്ലാഹു അൻഹു അന്നഹു ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ ദഖല അഹദുകുമുൽ മസ്ജിദ, നിങ്ങൾ നാൾ പള്ളിയിൽ പ്രവേശിക്കുകയാണെങ്കിൽ ഫല്യഖുൽ, അവൻ പറയട്ടെ, അല്ലാഹുമ്മ ഫ്തഹ് ലീ അബ്വാബ റഹ്മതിക്, അല്ലാഹുമ്മ ഫ്തഹ് ലീ അബ്വാബ റഹ്മതിക് എന്ന് പറയട്ടെ. അല്ലാഹുവേ നിന്റെ റഹ്മത്തിൻ്റെ കവാടം എനിക്ക് നീ തുറന്നു തരണമേ. അപ്പോൾ സ്വർഗത്തേക്കാണ് അവനാ കിടക്കണത് സത്യത്തിൽ. കാരണം സ്വർഗത്ത് കിടക്കാനുള്ള ഏതുമാണ് പള്ളി. റഹ്മത്ത് ഖുർആൻ പ്രയോഗിച്ചത് അതിനെ പറ്റിയാണ്, സ്വർഗത്തെ പറ്റിയാണ്. അപ്പോൾ അള്ളാഹുവേ എൻ്റെ റഹ്മത്തേക്ക് ആണ് കടത്തണം എന്ന് പറഞ്ഞാലേ, ഞാൻ ഇപ്പം ഈ വാതിൽക്കൂടെ കിടക്കുന്നുണ്ട്, ഇതിൻ്റെ ഏത് കടക്കലാക്കണം, സ്വർഗത്തേക്കുള്ള കടക്കലാക്കണം എന്നാണ് പറയുന്നത്. വൈദാ ഹറജ, പുറത്ത് വരുമ്പോൾ ഫല്ലക്കുലും പറയട്ടെ, അല്ലാഹുമ്മ ഇന്നി അസ്അലുക മിൻ ഫദ്ലിക്, അള്ളാഹുവേ നിൻ്റെ ഔദാര്യത്തിൽ ഞാൻ നിന്നോട് ചോദിക്കുന്നു. ഖുർആൻ ഫദ്ൽ എന്ന് ഉപയോഗിച്ചതിനെ പറ്റി, സമ്പത്തിനെ പറ്റി. പെണ്ണേക്കും കുട്ടിയേക്കും ഇപ്പം നയിച്ചാൻ പോകണമെങ്കിൽ എന്ത് വേണം, പള്ളിക്കെന്ന് ഇറങ്ങണ്ടേ. അപ്പോൾ സ്വർഗം കിട്ടാൻ വേണ്ടി പള്ളിക്കും കയറി. അപ്പോൾ പക്ഷെ പള്ളിയിൽ തന്നെ ഉത്തർന്നാൽ കുറച്ചിങ്ങനെ സാപ്പിടും വേണ്ടേ. അപ്പോൾ അതിന് വേണ്ടിക്കാണ്ട് എന്തിറങ്ങും ചെയ്യും, പുറത്തേക്ക് ഇറങ്ങണം. അപ്പോൾ ഒരു മനുഷ്യൻ പുറത്തേക്ക് ഇറങ്ങുന്നത് ഇതിന് വേണ്ടിയാവണം, എപ്പോഴും പള്ളി. അപ്പോൾ കുടുങ്ങിയിട്ട് പുറത്തേക്ക് ഇറങ്ങാണ് പള്ളിക്ക് വന്ന് അല്ലേ. റവാഹു മുസ്ലിം. വഅൻ അബീ ഖതാദത റളിയല്ലാഹു അൻഹു അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല ഇദാ ദഖല അഹദുക്കും, നിങ്ങൾ പ്രവേശിച്ചാൽ മസ്ജിദ, പള്ളിയിൽ പ്രവേശിച്ചാൽ ഫൽയർക റകഅത്തൈനി, രണ്ട് റകഅത്ത് നിസ്കരിക്കട്ടെ, ഖബല യജ്ലിസ, ഇരിക്കുന്നതിൻ്റെ മുമ്പ്. മുത്തഫഖുൻ അലൈഹി. ഖാബിൻ മാലിക് റളിയല്ലാഹു റിപ്പോർട്ട് ഖാല കാന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളായി ലാ യഖ്ദമു മിൻ സഫരിൻ, ഒരു യാത്രയിൽ നിന്നും മുന്നിട്ട് വരൂല, ഇല്ലാ നഹാറൻ, പകലല്ലാതെ. അതും തന്നെ എപ്പം, ഫിൽ ലുഹ, ലുഹാൻ്റെ നേരത്ത്. എപ്പോഴും ഉച്ചക്ക് മുമ്പായിട്ട്, പകലേ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ യാത്ര കഴിഞ്ഞിട്ട് വരുള്ളൂ.
ഫൈദ കദിമ അങ്ങനെ തങ്ങൾ നാട്ടിൽ മുന്നിട്ട് വന്നാൽ ബദ ബിൽ മസ്ജിദി പള്ളി കൊണ്ട് തുടങ്ങും. നേരെ കുടിക്കാൻ ചെല്ലലല്ല, ആദ്യം എവിടെ നിന്ന് പോകും? പള്ളിക്കൊക്കെ പോകും. പള്ളിക്ക് പോയിട്ട് എന്ത് ചെയ്യും? ഇപ്പം സല്ലാബി റക്കായത്തൈനി സുമ്മ ജലസ ഫീഹി, കയറി രണ്ടറക്കായത്ത് നിസ്കരിച്ചിട്ട് അവിടെ നിന്ന് ഇരിക്കും. എന്നിട്ട് എവിടേക്ക് പോവുള്ളൂ? വീട്ടിലേക്ക് പോവുള്ളൂ. അതേ അവസരത്തിൽ പോകുമ്പോൾ നേരെയാണ് ഇവിടുന്ന് വീട്ടിൽ നിന്നാണ് ഇറങ്ങി പോകും. ഉദ്ദേശിച്ച പള്ളി പോയിട്ട് പോകാനല്ല. തിരിച്ചു വരുമ്പോൾ പള്ളിയിൽ കയറി രണ്ടറക്കായത്ത് നിസ്കരിച്ചിട്ടേ എങ്ങോട്ട് പോവുള്ളൂ. കയറി മനസ്സിലായി. ഇവിടുന്ന് വരികയാണെങ്കിലും വീട്ടിലേക്ക് അന്തിപാതിരിക്ക് കയറിയല്ലേ. ഏറ്റവും നല്ലത് എപ്പോഴാണ്? പകലിൽ കയറുക. ഇനി അഥവാ രാത്രി എത്തിക്കഴിഞ്ഞാലും അവിടെ എവിടെയെങ്കിലും സ്ഥലത്ത് താമസിക്കുക. എന്നിട്ട് നേരം വെളുത്തിട്ട് അവിടെ പോകാം, വീട്ടിലേക്ക് പോവുക. അങ്ങനെ നല്ലത്. പെരക്കാരൻ അന്തിക്കൊന്നാണ്ട് ഇങ്ങനെ വാതിലിക്കൽ മുട്ടുന്നത് നല്ല. മുത്തഫഖുൻ അലൈഹി. റളിയല്ലാഹു അൻഹു അന്നഹു ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ സമിഅ റജുലൻ യൻശുദു ളാല്ലതൻ ഫിൽ മസ്ജിദി, ഒരാൾ പള്ളിയിൽ വല്ലതും നഷ്ടപ്പെട്ടത് അന്വേഷിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ ഫല്യഖുൽ പറയട്ടെ ലാ റദ്ദല്ലാഹു അലൈക, ലാ റദ്ദഹല്ലാഹു അലൈക, നിന്റെ മേൽ അല്ലാഹു ആ വസ്തുവിനെ തിരിച്ചു തരാതിരിക്കട്ടെ. ഫൈനൽ മസാജിദൻ തുബ്ന ലിഹാദാ, പള്ളികളൊന്നും ഇതിനു വേണ്ടി നിർമ്മിക്കപ്പെട്ടതല്ല. റവാഹു മുസ്ലിം. അടകൾ അങ്ങനെയാണ്. സാധനം ചാടിപ്പോയാൽ പള്ളിക്കെന്നല്ലേ, അത് കിട്ടിയോന്ന് പരസ്യപ്പെടുത്തട്ടോ. ഇത് പോയാൽ എൻ്റെ സാധനം പോയിന് കിട്ടിയവരുണ്ടോ എന്ന് ചോദിച്ചാൽ താനാപ്പോൾ പറഞ്ഞത്. ഒരു സാധനം കിട്ടിയിട്ട് ആരുടെയും പോയിട്ടുണ്ടോ എന്ന് ചോദിക്കണേറ്റല്ല പറഞ്ഞത്. വാൻ ജാബിർ റളിയല്ലാഹു അൻഹു ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മന്നകലാരങ്ങ തിന്നാൽ മിന്നാദിഹി ഷജറൽ മുന്തിനാ, ഈ ദുർഗന്ധമുണ്ടാക്കുന്ന ഈ മരത്തിൽ നിന്ന് ആരെങ്കിലും തിന്നാൽ അഥവാ ഉള്ളി തിന്നാൽ ഫലായഖർബന്ന മസ്ജിദന, നമ്മുടെ പള്ളിക്ക് അവൻ അടുക്കാതിരിക്കട്ടെ. പിന്നൽ മലായികത തതഅദാ, നിശ്ചയം മലക്കുകൾ ഇടങ്ങേറാകും. മിമ്മാ തഅദാ മിൻഹുൽ ഇൻസ്, മനുഷ്യ വിഭാഗം ഏതൊന്നുകൊണ്ട് ഇടങ്ങേറാവുന്നുവോ അങ്ങനത്തെ ഒന്നിനാൽ അല്ലാഹുവിൻ്റെ റഹ്മത്തുൽ മലക്കുകളും ഇടങ്ങേറാകുന്നുണ്ട്. ആയതുകൊണ്ട് ഉള്ളി തിന്നവർ പള്ളിയിൽ ഇങ്ങോട്ട് വരാതിരിക്കട്ടെ. കടക്കല്ല പള്ളിയിലുള്ളി തിന്നവരാരും എന്നുള്ള തിരുമൊഴി ഓർക്കണേ എല്ലാവരും. കേട്ടുന്ന ഇപ്പം കേട്ടത് നോക്കുന്നേ. വൻ അൻസിൻ അന്നഹു റളിയല്ലാഹു അൻഹു ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബുസാഖു ഫിൽ മസ്ജിദി ഖതിഅ, പള്ളിയിൽ തുപ്പൽ തെറ്റാണ്. വഖഫാറത്തു അതിലെ പ്രായശ്ചിത്തം ദഫ്നുവാത് കുഴിച്ചു മൂടലാണ്. ആദ്യത്തെ പള്ളിയൊക്കെ എന്തായിരുന്നു? മണലായിരുന്നു. അതുപോലെ തുപ്പിപ്പോയാൽ വല്ലൊരു മാന്തിയിട്ട് അതിൻ്റെ അടിയിൽ കണ്ടാക്കലാണ് അതിനുള്ള പരിഹാരം. മുത്തഫഖുൻ അലൈഹി. വൻ അബീ ദർരി റളിയല്ലാഹു അൻഹു ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വരിവത്ത് അലയ്യ അഅമാലു ഉമ്മത്തി ഹസനുഹാ വസയ്യുഹാ, എൻ്റെ ഉമ്മത്തിൻ്റെ സർവ്വ അമലുകളും എൻ്റെ മേൽ ഒഴിവാക്കപ്പെട്ടു, സത്കർമ്മവും ദുഷ്കർമ്മവും. ഫവജത്തു ഫീ മഹാസിനി അഅമാലിഹാ, അമലിൻ്റെ കൂട്ടത്തിൽ നല്ലതിൻ്റെ കൂട്ടത്തിൽ ഞാൻ എത്തിച്ചു. അല്ലതാ ഇടങ്ങേറിനെ യുമാതു അനിത്വരീക്ക്, വഴിയെ തൊട്ട് നീക്കപ്പെടുന്നതായ. വജത്തു ഫീ മസാവിയ അഅമാലിഹാ, എൻ്റെ ഉമ്മത്തിൻ്റെ അമലിൻ്റെ കൂട്ടത്തിൽ മോശമായതിൻ്റെ കൂട്ടത്തിൽ ഞാൻ എത്തിച്ചു. അന്നുഖാഅത്ത, കഫത്തിനെ തകൂനു ഫിൽ മസ്ജിദി, അത് പള്ളിയിലുണ്ടാകും. ഫലാ തുദ്ഫനു, എന്നിട്ട് മുടിച്ചു മൂടപ്പെടാതിരിക്കും. റവാഹു മുസ്ലിം. വൻ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു അന്നഹു ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ ഖാമ അഹദുകും ഇല സ്വലാത്തി, ഒരാൾ പള്ളിയിൽ നിന്നാൽ ഫലാ യബ്സുഖു അമാമഹു, നിസ്കരിക്കാൻ നിന്നാലേ മുന്നോട്ട് തുപ്പരുതേ. ഫഇന്നമാ യുനാജില്ലാഹ, നിശ്ചയം അള്ളാഹിനോടാണ് അഭിമുഖം നടത്തുന്നത്. മാതാമി മുസല്ലാഹു, നമസ്കരിക്കുന്ന സ്ഥലത്താകുമ്പോൾ. ഫലാ യമീനിഹി, വലത്തോട്ട് തുപ്പരുതേ. ഫഇന്ന യമീനിഹി മലക്കൻ, നിശ്ചയം കൊണ്ടുപോകാൻ്റെ വലതു ഭാഗത്തിൽ മലക്കുണ്ട്. ഫല്യബ്സുക യസാരിഹൻ, ഇടത്തോട്ട് തുപ്പട്ടെ. താഴത്തെ കദമിഹിയോ, അല്ലെങ്കിൽ അവൻ്റെ കാലിൻ്റെ താഴേക്ക് തുപ്പട്ടെ. ഫയദ്ഫനുഹാ, എന്നിട്ട് കുഴിച്ചും കൊടുക്കുകയും ചെയ്യട്ടെ. ഇത് പള്ളി എന്ന് പറഞ്ഞിട്ടൊന്നുമില്ല കേട്ടോ, നിങ്ങൾ നിസ്കരിക്കാൻ നിന്നാന്നേ പറഞ്ഞിട്ടുള്ളൂ. വഫി റിവായത്തിന് അബൂ സഈദ് റളിയല്ലാഹു റിപ്പോർട്ടിൽ കാണാം താഴത്തെ കദമിൽ യുസ്റ, ഇടത്തേക്കാലും താഴ്ഭാഗത്തേക്ക് എന്നുള്ളത്. മുത്തഫഖുൻ അലൈഹി. വഅൻ ആയിഷ റളിയല്ലാഹു അൻഹാ അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല റസൂലുള്ളാഹി ഫീ മർളിഹി അല്ലദീ ലം യകും മിൻഹു, തങ്ങളുടെ രോഗത്തിൽ ഏതാണ് ആ രോഗം എന്നറിയോ? ആ രോഗത്തിന് തങ്ങൾ എഴുതിയിട്ടിട്ടില്ല. അങ്ങനത്തെ അവസാനം വഫാത്തായ രോഗത്തിൽ തങ്ങൾ പറഞ്ഞു ലഅനല്ലാഹു യഹൂദ വന്നസാറ,
ജൂത ക്രിസ്ത്യ വിഭാഗത്തെ അള്ളാഹു ശപിക്കുമാറാവട്ടെ. ഇത്തഹദ ഖുബൂറ അംബിയാഇഹിം മസാജിദ, അവിടെ അമ്പിയാക്കളുടെ ഖബറുകളുടെ പള്ളികളാക്കി മാറ്റി. മുത്തഫഖുൻ അലൈഹി. വൻ ജുന്ദുബിൻ റളിയല്ലാഹു അൻഹു സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂലു, റസൂലുള്ളാഹി പറഞ്ഞ ഞാൻ കേട്ടിട്ടുണ്ട്, അലാ വ ഇന്ന മൻ കാന ഖബലകും കാനു യത്തഖിദൂന ഖുബൂറ അംബിയാഇഹിം വസാലിഹിഹിം മസാജിദ. അല, ഏയ് നിങ്ങൾ മുൻഗാമികൾ കാനു അവരായി, യത്തഖിദൂന അവരാകുന്നവരായി, ഖുബൂറ അംബിയാഇഹിം വസാലിഹിഹിം അവരുടെ അമ്പിയാക്കളുടെയും സാലിഹീങ്ങളുടെയും ഖബറുകൾ ആക്കുന്നവരായി, മസാജിദ പള്ളികളാക്കുന്നവരായി. അലാ എന്നാൽ, ഏയ് ഫലാ തത്തഖിദുൽ ഖുബൂറ മസാജിദ, നിശ്ചയമായിട്ടും ഖബറുകളെ നിങ്ങൾ പള്ളികളാക്കരുതേ. ഇന്നി അൻഹാക്കും അൻ ദാലിക, നിശ്ചയം ഞാൻ നിങ്ങൾ അതിനെ തൊട്ട് വിലക്കുന്നു. റവാഹു മുസ്ലിം. വൻ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇജ്അലൂ ഫീ ബുയൂതികും മിൻ സ്വലാത്തികും, നിങ്ങളുടെ വീടുകളിൽ നിങ്ങൾ നിസ്കാരത്തിൽ ചിലതിനെ നിങ്ങൾ ആക്കണേ. ബിനു തബീലാണ്, നിസ്കാരത്തിന് ചിലതിനെ നിങ്ങൾ വീട്ടിലാക്കണം. വലാ തത്തഖിദൂഹാ ഖുബൂറാ, നിങ്ങളുടെ വീടുകളെ നിങ്ങൾ ഖബറുകളെ പോലെ നിങ്ങൾ അമലിനെ തൊട്ട് ശൂന്യമാക്കി മാറ്റരുത്. മുത്തഫഖുൻ അലൈഹി. അൽ ഫസ്ലു സാനിയൻ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു അന്നഹു ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ തിരുദൂതർ പറയാൻ, മാ ബൈനൽ മശ്രിഖി വൽ മഗ്രിബി ഖിബല, മശ്രിഖിൻ്റെയും മഗ്രിബിൻ്റെയും ഇടയിലുള്ളത് മുഴുവനും ഖിബലയാകുന്നു. എന്താ വെച്ചാൽ സൂര്യൻ ഉദിക്കുന്നതിൻ്റെയും അസ്തമിക്കുന്നതിൻ്റെയും ഫുള്ള് ഖിബല എന്ന് പറഞ്ഞാൽ മദീനൻ്റെ അഹ്ലുകാരെ പറ്റിയാണ് ആ പറഞ്ഞത് എന്നാൽ അതിൻ്റെ ലാഹിർ മനസ്സിലാണത്. മദീനത്തെ നിൽക്കുന്ന സംബന്ധിച്ചിടത്തോളം മദീനക്കാർക്ക് പിന്നെ സൂര്യ ഉദിക്കണതിൻ്റെയും അസ്തമിക്കുന്നതിൻ്റെ ഇടയിൽ എങ്ങനെ തിരിഞ്ഞാൽ ഖിബലിക്കാനാവുക? കാരണം ഓൽക്ക് പിന്നെ മദീനത്തുനിന്ന് മക്കത്തേക്ക് തിരിയുമ്പം പിന്നെ അത്യാവശ്യം ഇതിൻ്റെ കിഴക്കിൻ്റെയും പടിഞ്ഞാറിൻ്റെയും ഇടക്കാണ് ഏത് വരുന്നത്, കൃത്യം നടക്കാണ് ഏത് വരുന്നത്, കാബാലയം വരുന്നത്. അപ്പം ഇത് അനഫിയക്ക് തെളിവായി. അനഫിയക്ക് ഇപ്പം ആ ഭാഗത്തേക്ക് തിരിഞ്ഞാൽ മതിയല്ലോ, കൃത്യം അതിനുമൊക്കെ തിരിഞ്ഞോളന്നില്ലല്ലോ. റവാഹു തിർമിദിയ്യു. വൻ തൽഖ് ബിൻ അലി റളിയല്ലാഹു അൻഹു ഖാല ഖറജ്നാ വഫ്ദൻ ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞങ്ങളെല്ലാവരും കൂടി സംഘടിച്ചാണ് മുത്തനബിനെ കാണാൻ വേണ്ടിങ്ങാണ്ട് പോയി പുറപ്പെട്ടു. അങ്ങനെ ഇപ്പോൾ വായനാഹു നബിതങ്ങളെ കണ്ടുകാണ്ട് ഞങ്ങൾ നല്ല വാക്കൊക്കെ കൊടുത്തു, കൈ പിടിച്ച് തീരുമാനമൊക്കെ എടുത്തു, ഇനി മുതൽക്ക് മുഅ്മിനായി ജീവിച്ചോളാനേ, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഅശ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹി എന്നുള്ളതിന് സാക്ഷ്യം വഹിക്കുന്ന കരാറൊക്കെ ചെയ്തു. വസല്ലൈനാ മാഹു തങ്ങളുടെ കൂടെ ഞങ്ങൾ നിസ്കരിച്ചു. അഖ്ബർനാഹു തങ്ങളോട് ഞങ്ങൾ പറഞ്ഞു, അന്നബി അറളിനാ നിശ്ചയമാണ് ഞങ്ങളുടെ നാട്ടിലുണ്ട് നബിയെ, ബിഅത്തല്ലന ഞങ്ങളുടെ ഒരു മണ്ഡപം, ഞങ്ങൾ ഇന്നേ വരെ ഞങ്ങൾ പൂജ നടത്തിയിരുന്ന നിസ്കരിച്ചിരുന്ന ഞങ്ങളുടെ ആരാധന നടത്തിയിരുന്ന ഒരു ചെറിയൊരു പള്ളി ഞങ്ങളെ പള്ളി ഞങ്ങൾക്കുണ്ട്. ഇപ്പോൾ ഞങ്ങൾ ഇസ്ലാമിക്ക് വന്നില്ലേ, ഇനി ഞങ്ങൾക്ക് ആ പള്ളി പറ്റും ബിയത്ത് പറ്റൂലല്ലോ, ഞങ്ങൾ ഇനി മസ്ജിദല്ല വേണ്ടിയേ. ഫസ്തൗഹബ്നാഹു അങ്ങനെ ഞങ്ങൾ തങ്ങളോട് തേടി, മീൻ ഫദ്ലി തഹൂരി തങ്ങളുടെ ശുദ്ധീകരണത്തിൻ്റെ ബാക്കി വെള്ളത്തിൽ നിന്ന് തേടി. അവിടുന്ന് കുറച്ച് ആ പൊതുണ്ടാക്കിയ വെള്ളത്തിൻ്റെ കുറച്ച് ബാക്കി നിങ്ങൾക്ക് തരണം, ഞങ്ങൾക്ക് അവിടെ ശുദ്ധിയാക്കാനാണ് കാരണം. അങ്ങനെ എന്ത് ചെയ്തെന്നറിയോ, ഫദാ തങ്ങൾ കൊണ്ടുവരാൻ പറഞ്ഞു, ബിമായിൻ്റെ വെള്ളം കൊണ്ടുവരാൻ പറഞ്ഞു. ഫതവല്ല തങ്ങൾ ഒതെടുത്തു, തമൽമല തങ്ങൾ വായിലുള്ള കൊപ്പിളിച്ചു. എന്നിട്ട് സുമ്മ സബ്ബഹൂലന ആ മൽമലത്തെടുത്തിയ വെള്ളം ഞങ്ങൾക്ക് തങ്ങൾ ഒഴിച്ചു തന്നു. ഫീദാവത്തിൻ്റെ തോൽപാത്രത്തിൽ കുൽക്കുഞ്ഞിങ്ങാണ്ട് തോൽപാത്രത്തേക്ക് വാർന്നു തുപ്പി തന്നു. നബി തങ്ങൾ സുന്നിയേ. എന്നിട്ടോ വാമറന തങ്ങൾ ഞങ്ങളോട് കൽപ്പിച്ചു, ഫകാല അഥവാ തങ്ങൾ പറഞ്ഞു, ഹുറുജു എല്ലാവരും പുറപ്പെട്ടോളി, ഇഞ്ഞൊക്കെ പോയിക്കോളിയാർന്ന്. ഫിദാത്തയ്ത്തും അർലക്കും ഞങ്ങൾ നാട്ടിൽ നിങ്ങൾ എത്തിക്കഴിഞ്ഞാൽ ഫക്സിറു ബിയാത്തക്കും നിങ്ങളുടെ പഴയ ആരാധനാലയം അങ്ങോട്ട് തകർത്തളി. എന്നിട്ട് വല്ലഹു മക്കാനഹ എന്നിട്ട് ആ സ്ഥലത്ത് നിങ്ങൾ കുടഞ്ഞളി. എന്ത് ബിഹാദൽമാ ഈ വെള്ളം കൊണ്ടങ്ങ് കുടഞ്ഞളി, ശുദ്ധിയാകാനേ. മുത്തനബി നിങ്ങളുടെ ഉമിനീരിൻ്റെ വറക്കത്തുണ്ടാവുമല്ലോ വെള്ളത്തിന്. അപ്പോൾ ആ വെള്ളം അത് കുടയുമ്പോൾ എന്താവും, അതുവരെ അവിടെ പൂജിച്ചിരുന്ന എല്ലാ ചൈത്താന്മാരെ കൊണ്ടുള്ള ചെറും അങ്ങോട്ട് പോയിങ്ങാണ്ട് ശുദ്ധിയായിക്കോളും. എന്നിട്ട് ഫത്തഖ്ദൂഹാ മസ്ജിദ എന്നിട്ട് അവിടെ നിങ്ങൾ രണ്ടാമത് വേറൊരു പള്ളി ഉണ്ടാക്കി കളി. എന്നിട്ട് നിസ്കാരം ഏകനായ അള്ളാഹ്ക്ക് ഇബാദത്തിരുത്തോളീൻ. കൊൽനാ ഞങ്ങൾ പറഞ്ഞു, നബിയെ ഇന്നൽ ബലദ ബഈദ് ഞങ്ങളെ നാട് കുറെ ദൂരെയാണ്, വൽ ഹർറ ശദീദ് ചൂട് ശക്തിയാണ് നബിയെ.
ഇങ്ങളിപ്പോൾ എന്ത് ചെയ്തേക്കാണ്, ഇവർ തോൽപാത്രത്തിൽ കുലുക്കുഴിഞ്ഞ വെള്ളം, ഈ വെള്ളം നാട്ടിലെത്തുമ്പോൾ എന്താവും? പറ്റിപ്പോകും. വൽമാവ് ഇൻഷഫു, വെള്ളം പറ്റുമോ നബിയേ? ഫക്കാല, തങ്ങൾ പറഞ്ഞു, മുദ്ദൂഹു മിനൽമാ, പച്ചവെള്ളത്തിൽ നിന്ന് ആ വെള്ളം നീട്ടിയക്കളി. അതിൽ കുറച്ച് വെള്ളം പാറാന്ന് നീട്ടിക്കളി. പിന്നെ കുറച്ച് ചുമ്മാ പിന്നെയും വറ്റി വറ്റി വരും, അപ്പോൾ കുറച്ചുകൂടി വെള്ളം പാരുക. പിന്നെയും കുറച്ചുകൂടെ പോകുമ്പോൾ പിന്നെയും ഉണങ്ങി വരും, അപ്പം എന്ത് ചെയ്യുക? കുറച്ചുകൂടി വെള്ളം പാരുക. ആ ഇല്ല ത്വീബാ, അത് ത്വീബിനാൽ ഏറുകയല്ല, അത് കുറയൂല. വെള്ളം കൂട്ടി വിചാരിച്ചിക്കാണ്ട് മുത്തരബിൻ്റെ രീക്കത്ത് തുപ്പുനീര് തട്ടിയതിൻ്റെ സുഗന്ധം ഉണ്ടല്ലോ, അത് എവിടേക്കും പോകില്ല. നീട്ടിയാളി ഉണങ്ങി. ശരിയല്ലേ? റവാഹു നസായിയോ. വഅൻ ആയിഷ റളിയല്ലാഹു അൻഹാ കാലത്ത് അമറ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹു റസൂൽ കൽപ്പിച്ചു, ബിമിനാഇൽ മസ്ജിദി ഫി ദുവരിയ, പിന്നെ ഞങ്ങൾ വീടുകളിലുള്ളതായിരിക്കുന്ന പള്ളി നിസ്കരിക്കുന്ന സ്ഥലം കൊണ്ട്, മസ്ജിദ് പള്ളിൻ്റെ ഉള്ളിൽ ഓൽക്കൊക്കെ അങ്ങനെ ഉണ്ടാവും, സാഹബത്തിനൊക്കെ വീട്ടിനുള്ളിൽ ചെറിയ റൂം പള്ളിയൊക്കെ ആക്കും. അങ്ങനെ വീടുകളിലുള്ളതായിരിക്കുന്ന പള്ളിൻ്റെ കാര്യത്തിൽ നമ്മൾ ഞങ്ങൾ കൽപ്പിച്ചു. എന്ത്? പിന്നെ കൽപ്പിച്ചു, അതിന് വൃത്തിയാക്കപ്പെടാനും സുഗന്ധം പൂശപ്പെടാനും കൽപ്പിച്ചു. ഞങ്ങൾ പള്ളി എന്ത് ചെയ്യണം? നിസ്കാര റൂമല്ലേ, ആ റൂം നല്ലോണം വൃത്തിയാക്കി സുഗന്ധമൊക്കെ പൂശിക്കൊണ്ടിരിക്കട്ടെ. റവാഹു അബൂ ദാവൂദ് വത്തിർമിദി വഇബ്നു മാജാ വഅൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അന്നഹു ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മാ ഉമിർതു, എന്നോട് കൽപ്പിക്കപ്പെട്ടിട്ടില്ല, ബിതശീദിൽ മസ്ജിദി, ബി തശീദീം വായിച്ചാൽ അങ്ങനെ യാ ആക്കിയും അത് വായിച്ചാൽ പള്ളി നല്ലോണം ശക്തികാക്കൽ കൊണ്ട് കൽപ്പിച്ചിട്ടില്ല. ആർക്കും ആന വന്ന് കുത്തിയാൽ പൊട്ടാത്ത രീതിയിൽ ദമ്മാക്കണം, അങ്ങനെ കൽപ്പനയൊന്നും എന്നോടില്ല. ഇല്ലേ? അങ്ങനെ പള്ളി ഉണ്ടാക്കണമെന്നൊന്നുമില്ല. ബലം നല്ല ബലത്തിലുണ്ടാക്കണം, അങ്ങനെ കൽപ്പിക്കപ്പെട്ടിട്ടില്ല. ഇബ്നു അബ്ബാസ് പറയാണ്, നിശ്ചയം നിങ്ങളും ഒരു കാലം വരുന്നും, അന്ന് നിങ്ങളും ഈ പള്ളികളെ നിങ്ങൾ നല്ലോണം മൊഞ്ചാക്കുന്ന കാലം വരും, ആഡംബരമാക്കി മാറ്റും. കമാ സഖറഫത്തിൽ യഹൂദ് വന്നസാറ, ജൂത ക്രിസ്തീയ വിഭാഗം അവിടെ മണ്ഡപങ്ങളും അവിടെ പള്ളികളും ഒക്കെ എന്ത് ചെയ്തതുപോലെ നന്നാക്കി മോടി പിടിപ്പിച്ചതുപോലെ നിങ്ങളും അലങ്കരിക്കുന്ന ഒരു കാലം വരും. റവാഹു അബൂ ദാവൂദ വൻ അനസ് റളിയല്ലാഹു അൻഹു ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇന്ന മിൻ അശ്റാത്തിസ് സആ, നിശ്ചയമായിട്ടും അന്ത്യനാളിൻ്റെ അടയാളങ്ങളിൽ പെട്ടതാണ്, അയ്യതബാഹന്നാസു, ജനങ്ങൾ പത്രാസ് പറയൽ, ബിൽ മസാജിദി, ഞങ്ങളുടെ നാട്ടിലെ പള്ളി വലിയ പള്ളിയാണ്, ഞങ്ങളുടെ നാട്ടിൽ 3 കെട്ടുണ്ട്, ഞങ്ങളുടെ പള്ളിയിലുണ്ടല്ലോ AC ആണെന്നൊക്കെ പറഞ്ഞുകാണ്ട് പള്ളിൻ്റെ കാര്യത്തിൽ വലിപ്പത്തരം പറയുന്ന ഒരു എന്തിൻ്റെ അടയാളത്തിൽ പെട്ടതാണ്? അന്ത്യനാട് അടയാളങ്ങളിൽ പെട്ടതാണ്. റവാഹു അബൂ ദാവൂദ് നസായി ഇബ്നു മാജാ, ഞങ്ങളുടെ നാട്ടിൽ ഓടിൻ്റെ ചെറിയ പള്ളിയാണ് ആരെന്നെ അതാ വേണ്ടിയേ, ഞങ്ങളുടെ നാട്ടിലുണ്ടല്ലോ ഏതാ പള്ളി അറിഞ്ഞാണ്ട് വലിപ്പത്തരം പറയൊന്നും വേണ്ട, അതിലൊന്നും വലിയ മുഞ്ചി കാണണ്ട. വഅൻഹു അന്നഹു ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, വരിലത്ത് അലയ്യ ഉജൂറു ഉമ്മത്തി, എൻ്റെ ഉമ്മത്തിൻ്റെ സത്കർമ്മങ്ങൾ മുഴുവൻ എൻ്റെ മേൽ ഒഴിവാക്കപ്പെട്ടു. അത്തൽ കഥാത്തു, കരട് വരെ കുറുമ്പ് വരെ, യുഹ്രിജു റജുലു, ഒരു മനുഷ്യനെ അതിനെ പുറത്തെടുത്തിരും. പിന്നെ മസ്ജിദി, പള്ളിയിൽ നിന്ന്. പള്ളിയിൽ എന്ത് കണ്ടു? എന്തോ ഒരു ഇത് കണ്ടപ്പേ, കരട് കുറുമ്പൊക്കെ കണ്ടപ്പോൾ പുറത്ത് വെളിയിലേക്ക് മാറ്റി. അതുവരെ എൻ്റെ കൂട്ടത്തിലുണ്ട്, സൽക്കർമ്മത്തിൻ്റെ കൂട്ടത്തിൽ ഞാൻ എത്തിച്ചു. കണ്ടജി വഴിലത്ത് അലയ്യ ദിനൂബ് ഉമ്മത്തി, എൻ്റെ ഉമ്മത്തിൻ്റെ സർവ്വപാപങ്ങളും എൻ്റെ മേൽ ഒഴിവാക്കപ്പെട്ടു. ഫലം മറ തമ്പൻ ആലമ മീൻ സൂറ, ഫലം മറ ഞാൻ കണ്ടില്ല തമ്പൻ്റെ ആ പാപത്തിന്, ആലമ മീൻ സൂറത്തിനേക്കാൾ വണ്ണമായ മീൻ ഖുറാനിൽ നിന്നുള്ള ആയത്തിൻ, അല്ലെങ്കിൽ ആയത്തിനേക്കാൾ ഊത്തിയ റജുലിൻ, ഒരു മനുഷ്യനിക്കാത് നൽകപ്പെട്ടിട്ട്, സുമ്മനസിയ എന്നിട്ട് അതിന് മറന്നു കളഞ്ഞു. ഒരായത്തോ സൂറത്തോ പഠിച്ചിട്ട് അതങ്ങ് ഒഴിവാക്കി വിട്ടു. ഇതിനേക്കാളും വലിയ തെറ്റ് ഞാൻ കണ്ടെത്തിച്ചില്ല. സന്തോഷമാണ് ഖുർആൻ പഠിച്ചു മറക്കുന്നത്, ആയത്തായാലും സൂറത്തായാലും. റവാഹു അത്‌തിർമിദി അബൂ ദാവൂദ വൻ ബുറൈദ റളിയല്ലാഹു അൻഹു അന്നഹു ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ബശ്ശിരിൽ മശാഈന ഫിൽ
ളുലമൈ ഇരുളത്ത് നടക്കുന്നവർക്ക് സന്തോഷ വാർത്ത അറിയിക്കുന്ന നബിയേ ഇരൽ മസാജി പള്ളികളിലേക്ക് നടക്കുന്നവർക്ക് ബിന്നൂരിത്താമിയോമൽ ഖിയാമ അന്ത്യനാളിൽ പൂർണ്ണമായ പ്രകാശമുണ്ടായിരിക്കും. സുബൈക്കും ഇഷാവിനൊക്കെ ഇരുട്ടും തപ്പിങ്ങാണ്ട് പള്ളിക്കൊക്കെ നടന്നു പോണ മനുഷ്യന്മാരില്ലേ, അവർക്ക് നാളെ മസരി ചെല്ലുമ്പം പൂർണ്ണമായ നൂറുണ്ടാകുമെന്ന് സന്തോഷ വാർത്ത പറഞ്ഞു കൊടുക്കൂ നബിയേ എന്ന് സന്തോഷ വാർത്ത അറിയിക്കൂ എന്ന് റസൂലുള്ള പറഞ്ഞു. അപ്പം റസൂലുള്ളാഹിന്റെ അല്ല പറഞ്ഞല്ല, അള്ളാഹിൻ്റെ റസൂല് ഉമ്മത്തിനോട് പറയാം. പിന്നെ റവാഹു തിർമിദി അബൂ ദാവൂദ് റവാഹു ഇബ്നു മാജ അൻ സഹ്ൽ ബിൻ സഅദ് വഅനസ് റളിയല്ലാഹു അൻഹും വഅൻ നബി സഈദ് അൽ ഖുദരി റളിയല്ലാഹു അൻഹു ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ റഅയ്തു റജുല ഒരാളെ നിങ്ങൾ കണ്ടാൽ യതഅഖുദുൽ മസ്ജിദ പള്ളിനെ നിങ്ങൾ ഇങ്ങനെ പിന്നെ പ്രശ്നമാക്കുന്നതായിട്ട് വിഷയമാക്കുന്നതായിട്ട് എപ്പോഴും പള്ളി നന്നാക്കുക, പള്ളിക്കളിൽ എന്തെങ്കിലും കമ്മി ഉണ്ടോ നോക്കുക, ഇങ്ങനെ നികത്തുക, അവിടെ വൃത്തിയാക്കുക, അത് മുറ്റം നന്നാക്കുക, അകം നന്നാക്കുക, ഇമ്മങ്ങനെ അതിന്മേലെ പരിപാലനക്കുന്നതായിട്ട് കണ്ടാൽ ഫഷദൂലഹു ബിൽ ഈമാൻ അയാൾക്ക് നിങ്ങൾ ഈമാൻ എന്നുകൊണ്ടുണ്ട് കണ്ടുകൊണ്ട് ഷാഹിദായിക്കോളി. ഫഇന്നല്ലാഹ യഖൂലു അല്ലാഹു പറയുന്നുണ്ട് ഇന്നമാ യഅ്മുറു മസാജിദല്ലാഹി മൻ ആമന ബില്ലാഹി വൽ യൗമിൽ ആഖിർ അള്ളാഹിനെ കൊണ്ടും മറ്റന്നാളോട് വിശ്വസിച്ചു മാത്രമേ അള്ളാഹിൻ്റെ പള്ളികളെ ഉണ്ടാതിക്കാൻ കഴിയുള്ളൂ എന്നർത്ഥം വരുന്ന ആയത്ത്. റവാഹു തിർമിദി ഇബ്നു മാജ വദാരിമി. വൻ ഉസ്മാൻ ബിൻ മൽഊൻ ഉസ്മാൻ ബിൻ മൽഊൻ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ഖാല യാ റസൂലല്ലാഹി ഇദൻ ലനാ ബിൽ ഇഖ്തിസാഇ ഞങ്ങൾക്ക് വൃഷണം മുടക്കാൻ അനുവാദം തരണം നബിയേ. കല്യാണം കഴിക്കാതെക്കാൻ വികാരമില്ലാതാക്കാൻ പറഞ്ഞാണ്ട് പിന്നെ അത് ഉടച്ച് കളയാൻ അനുവാദം തരണം എന്ന് പറഞ്ഞു. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലൈസ മിന്നാ മൻ ഹസാ ഉടക്കുന്നവൻ തമ്മിൽപ്പെട്ടവനല്ല, അവ്യസ്തസ അല്ലെങ്കിൽ ഉടപ്പിച്ചവൻ തമ്മിൽപ്പെട്ടവനല്ല. ഇന്ന ഹിസാ ഉമ്മത്തി സുയാം എൻ്റെ ഉമ്മത്തിൻ്റെ ഹിസാ ഉണ്ടല്ലോ അത് സുയാം, അത് നോമ്പ് നോൽക്കലാൻ. ഫക്കാല തങ്ങൾ പറഞ്ഞു ഇതല്ലനാ ഫി സിയാഹ ഞങ്ങൾക്ക് നാടിട്ടുങ്ങ നടക്കാൻ അനുവാദം തരണം നബിയേ. നാടും വീടും ദേശം വിട്ടുങ്ങാണ്ട് അങ്ങനെ കറങ്ങ 25 ചുറ്റി നടന്നോ പറഞ്ഞ അകാല തങ്ങൾ പറഞ്ഞു ഇന്ന സിയാഹ ഉമ്മത്തി അൽ ജിഹാദ് എൻ്റെ ഉമ്മത്തിൻ്റെ സിയാഹത്ത് ജിഹാദാകുന്നു ഫി സബീലില്ലാഹി അല്ലാഹുവിൻ്റെ സബീലിലെ. ഫഖാല ഇദല്ലനാ ഫി തറഹുബി എന്നാ ഞങ്ങൾക്ക് തറഹുബിൽ അനുവാദം തരണം. എവിടെയെങ്കിലും ഒരു മാളത്തിലും മറ്റൊക്കെ വിവാഹത്തിലെടുത്ത് കൂടുക, പുറത്തേക്ക് ഇറങ്ങാതെ എല്ലാം ഒഴിവാക്കുക, എല്ലാം ജോലിക്കും പണിക്കൊന്നും പോകാതെ. ഫക്കാലതുപോലെ ഇന്ന തറഹുബ ഉമ്മത്തിയൽ ജുലൂസു ഫിൽ മസാജിദി ഇന്തിദാറ സ്വലാ നിസ്കാരം കാത്തുകൊണ്ടുണ്ടല്ലോ പള്ളികളിലുള്ള ഇരുത്തം എൻ്റെ ഉമ്മത്തിൻ്റെ തറഹുബാണെന്ന് കാല റസൂലുള്ളാഹി റവാഹു ബി ശറഹി സുന്ന. വൻ അബ്ദുറഹ്മാൻ ഇബ്നു ആയിഷ റളിയല്ലാഹു അൻഹു അന്നഹു ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാൻ്റെ തിരുദൂതർ പറഞ്ഞു റഅയ്തു റബ്ബി അസ്സ വജല്ല എൻ്റെ റബ്ബിനെ ഞാൻ സ്വപ്നം കണ്ടു ഫി അഹ്സനി സൂറ ഏറ്റവും മുഞ്ചുള്ള സൂറത്തിലായി ഇങ്ങോട്ട് ഞാൻ കണ്ടു. കാല എന്നോട് റബ്ബ് ചോദിച്ചു ഫീമ യഖ്തസിമുൽ മലഉൽ അലാ മേലെ സംഘം എന്തിലാണ് തർക്കിച്ചു കൊണ്ടിരിക്കുന്നത്. കുൽത്തു ഞാൻ പറഞ്ഞു അൻത അഅലം അല്ലാഹുവേ നീയല്ലേ അറിയുന്നവൻ. കാല റസൂലുള്ള പറയാണ് ഫവളഅ കഫഹു ബൈന കതിഫയ്യ എൻ്റെ 2 കൈപ്പലകൾക്കിടയിൽ അവിടുന്ന് എൻ്റെ കൈ അങ്ങ് വെച്ചു, അവിടുത്തെ കഫ മുൻകൈ അങ്ങ് അമർത്തി വെച്ചു. ഫവജത്തു ബർദഹ അതിൻ്റെ തണുപ്പിനെ ഞാൻ എത്തിച്ചു ബൈന സദിയയ്യ എൻ്റെ 2 സ്ഥാനങ്ങൾക്കിടയിൽ. ഇതൊക്കെ മുതശാബിയാട്ടോ, ഇതൊന്നും നേർക്കുനേരം വായന എന്ത് ചെയ്യരുത്, നേർക്കുനേരം മനസ്സിലാക്കരുത്. കയ്യുണ്ട് സതിയുണ്ട് മറ്റൊന്നും കൂടൊന്നും വാനക്കരുത്. ഇവിടെയൊക്കെ ഒരു ആലങ്കാരിക പ്രയോഗമാണ് ഇതൊക്കെ. ഫലിം തോ അപ്പം ഞാനിങ്ങോട്ട് മനസ്സിലാക്കി മാ ഫിസ്സമാവാതി വൽ അർള് ആകാശലോകങ്ങളിലും ഭൂലോകത്തുമുള്ള സർവവും ഞാൻ അങ്ങ് മനസ്സിലാക്കി. വതല ഇത് പറഞ്ഞിട്ട് അല്ലാഹുവിൻ്റെ റസൂൽ ഓതി
وكذلك نري إبراهيم ملكوت السماوات والأرض وليكون من الموقنين. വക്കദാലിക്കായ പ്രകാരം നുബീനുരി ഇബ്രാഹിം അലൈഹി ഇസ്ലാമിനിക്ക് നമ്മൾ കാണിച്ചു കൊടുക്കും മലക്കൂത്തസമാവാത്തി വല്ലറുള്ള ആകാശലോകങ്ങളിലും ഭൂമി ലോകത്തും അതുള്ള അദൃശ്യമായ സർവവും ഞാൻ കാണിച്ചു കൊടുക്കുന്നു. വലിയകൂന മിനൽ മുഖിനീൻ, ഇബ്രാഹിം അലൈഹിസ്സലാം ഈ ഖാൻ ദൃഢമായി വിശ്വസിച്ചവരിൽപ്പെട്ട ഒരാളാകാനും വേണ്ടിയും എന്ന് അർത്ഥം വരുന്ന ആയത്തങ്ങ് നബി തങ്ങൾ ഓതി. റവാഹുദ്ദാരിമി മുർസലൻ, ഇമാം ദാരിമി ഇത് മുർസലായിട്ടാണ് റിപ്പോർട്ട് ചെയ്തുള്ളത്. മുർസൽ ഓർമ്മല്ലേ, സനദിൻ്റെ ആഖിറിൽ നിന്ന് സഹാബിൻ്റെ ശേഷം എന്ത് ചെയ്തിട്ടുണ്ട്, താബീൻ്റെ ശേഷം ആൾ പോയിട്ടുണ്ട്. എൻ്റെ ഹദീസിന് എന്താ പറയുക, മുർസൽ അറിയാം. വലി തുർമുദീനഹു, ഇതിനോട് അർത്ഥസമാനമായ ഹദീസ് ആർക്കുമുണ്ട്, ഇമാം തുർമുദിക്കുമുണ്ട്. അൻഹു ആരെ തൊട്ട് തന്നെ, അബ്ദുറഹ്മാൻ ബിൻ ആയിഷിനെ തൊട്ട് തന്നെ. വാനി ബിൻ അബ്ബാസിൻ വ മുആദ് ബിൻ ജബലിൻ, എന്നാൽ ഇബ്നു അബ്ബാസിനെ തൊട്ടും മുആദ് ബിൻ ജബലിനെ തൊട്ടുമുണ്ട്. വസാദ ഫീഹി, അതിലിങ്ങനെ ഏറുണ്ട്. കാല, അല്ല പറഞ്ഞു, യാ മുഹമ്മദു, മുഹമ്മദേ, ഹൽ തദ്രി, അവിടത്തേക്ക് അറിയുമോ, ഫീമ യഖ്തസിമുൽ മലഉൽ അഅ്ലാ, മേലെ സംഘം എന്തിനാണ് തർക്കിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് അവിടത്തേക്ക് അറിയുമോ നബിയേ. കുൽത്തു, ആ സമയത്ത് ഞാൻ പറഞ്ഞു, നഅം, എനിക്കറിയാം, ഫിൽ കഫാറാത്തി, പാപങ്ങൾ പൊറുപ്പിക്കുന്ന അമലുകളുടെ കാര്യത്തിലാണ്. വൽ കഫാറാത്തു, പാപങ്ങൾ പൊറുപ്പിക്കുന്ന അമലുകൾ, അൽ മുഖ്സു ഫിൽ മസാജിദി, പള്ളികളിൽ താമസിക്കലാണ്. ബാദ സ്വലവാത്തി, നിസ്കാരങ്ങൾക്ക് ശേഷവും. വൽ മശീ അലൽ അഖ്ദാമിൽ ജമാഅത്ത്, ജമാഅത്തുകളിലേക്ക് കാൽപാദങ്ങളുടെ മേൽ നടന്നു പോകലുമാണ്. വയബ്ലാഉൽ വുളൂഇ ഫിൽ മക്കാരിഹി, വെള്ളം തൊടുന്നതിൽ നല്ല മറുവറുപ്പുള്ള സമയങ്ങളിലും വുളു പൂർണ്ണമാക്കി കഴുകിയുണ്ടാക്കലാണ്. ഫമൻ ഫഅല ദാലിക, ഇങ്ങനെ ആരെങ്കിലും ചെയ്താൽ, ആശ ബിഖൈർ, ഹൈർ കൊണ്ട് ജീവിച്ചു, വമത ബിഖൈർ, ഹൈറോടുകൂടെ മരിക്കുകയും ചെയ്തു. വക്കാനാവനാകും മിൻ ഖതിയതിഹി, അവൻ്റെ പാപങ്ങളെ സംബന്ധിച്ചിടത്തോളം, കയ്യോമ വലദത്തുഹു ഉമ്മുഹു, അവൻ്റെ ഉമ്മ അവനെ പ്രസവിച്ചത് ദിവസം പോലെ ആവുകയും ചെയ്യും. വകാല, അവിടുന്ന് പറഞ്ഞു, യാ മുഹമ്മദു, മുഹമ്മദേ, സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇദാ സല്ലൈത, നിങ്ങൾ നിസ്കരിച്ചാൽ, ഫഖുൽ, നിങ്ങൾ പറയണം, അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഫീലൽ ഖൈറാത്തി വതർക്കൽ മുൻകറാത്തി വഹുബ്ബൽ മസാകീൻ വഇദാ അറദ്ത ബിഇബാദിക ഫിത്നതൻ ഫഖ്ബിദ്നി ഇലൈക ഗൈറ മഫ്തൂൻ എന്ന് ദുആ ചെയ്യണം നബിയേ. അല്ലാഹുവേ, ഇന്നി അസ്അലുക, എന്നോട് ഞാൻ ചോദിക്കുന്നു, ഫീലൽ ഖൈറാത്തി, ഖൈറുകൾ ചെയ്യലിനാനുള്ള തൗഫീഖിനെ, തർക്കൽ മുങ്കറാത്തി, തെറ്റുകളെ വെടിയാനുള്ളത് ആധാരിക്കുന്ന ഭാഗ്യവും എനിക്ക് ഞാൻ എന്നോട് ചോദിക്കുന്നു. ഹുബ്ബൽ മസാക്കീൻ, മിസ്കീന്മാരോടുള്ള ഹുബ്ബിനെയും ഞാൻ എന്നോട് ചോദിക്കുന്നു. അല്ലാഹ്, ഫൈദാറത്ത ബിഇബാദിക ഫിത്നതൻ, എൻ്റെ അടിയാറുകളെ കൊണ്ട് നീ വല്ല ശിക്ഷയും വല്ല പരീക്ഷണവും ഉദ്ദേശിക്കുന്നുവെങ്കിൽ, ഫഖ്ബിദ്നി ഇലൈക ഗൈറ മഫ്തൂൻ, ആ ഫിത്നയിൽ അകപ്പെടാത്തവനായ വിധത്തിൽ എന്നെ നിന്നിലേക്ക് നീ പിടിച്ചോളണേ അല്ലാഹ് എന്ന് നബിയെ, എല്ലാ നിസ്കാരത്തിന് ശേഷവും നിങ്ങൾ ദുആ ചെയ്യണട്ടോ എന്നെന്നോട് പറഞ്ഞു. കാല വദ്ദറജാതു, സ്വർഗത്തിലുള്ള പദവി കിട്ടാനുള്ള മാർഗം ഇഫ്ഷാ ഉസ്സലാം, സലാം പരത്തലാകുന്നു. വഇത്ആമുത്ത്വാം, തിന്നാൻ കൊടുക്കലാണ്. വസ്സലാത്തു ബില്ലൈലി വന്നാസു നിയാം, അന്തിക്ക് രാത്രിയിൽ നിസ്കരിക്കലാണ്, ജനങ്ങളൊക്കെ ഉറങ്ങിക്കൊണ്ടിരിക്കുന്നവരായിരിക്കെ. ലഫ്ളു ഹാദൽ ഹദീസി, ഈ ഹദീസിൻ്റെ ഈ ലഫ്ള് കമാഫിൽ മസാബീഹി, മസാബീഹിൽ ഉള്ള അതേപോലെ ഈ ഹദീസിൻ്റെ ഈ ലഫ്ള് ഇങ്ങനെയല്ല മജിദുഹു, അതിന് ഞാൻ എത്തിച്ചിട്ടില്ല. അൻ അബ്ദുറഹ്മാൻ ബിൻ ആയിഷ് റളിയല്ലാഹു അൻഹു തൊട്ട് ഞാൻ എനിക്ക് കിട്ടിയിട്ടില്ല. ഇല്ലാ ഫി ശറഹി സുന്ന, ശറഹി സുന്നയിലല്ലാതെ കിട്ടിയിട്ടില്ല. പിന്നെ
വൻ നബി ഉമാമത്ത റളിയല്ലാഹു അൻഹു അന്നഹു ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സലാസത്തും മൂന്ന് വിഭാഗം ആളുകൾ കുല്ലുഹും ലാമിൻ അവരെല്ലാവരും ബാധ്യസ്ഥരാണ് അള്ളാഹുവിൻ്റെ അടുക്കൽ ബാധ്യസ്ഥരാണവർ. നാളെ അള്ളാഹിൻ്റെ കോടതി ചൊല്ലുമ്പോൾ നീ എന്തുകൊണ്ട് ഇത് ഉത്തരവാദിത്തം നീ നിർവഹിച്ചില്ല എന്ന് ചോദ്യം ചെയ്യപ്പെടാനുള്ളവരാണ്. ഏതാണ് ആ മൂന്നാളുകളെന്ന്? റജുലുൻ, ഒരു മനുഷ്യൻ, ഖറജ ഗാസിയൻ ഫീ സബീലില്ലാഹ്, അള്ളാഹിൻ്റെ മാർഗത്തിൽ യോദ്ധാവായിട്ട് പുറപ്പെട്ടു. പോകലാമിൻ അലല്ലാഹ്, അവൻ അള്ളാഹിൻ്റെ മേൽ ലാമിനാണ്, ഓൻ്റെ ബാധ്യത അള്ളാഹു നോക്കി. അങ്ങനെയാണ് അള്ളാഹിന് അള്ളാഹിൻ്റെ മേൽ ബാധ്യസ്ഥനാണെന്ന് പറഞ്ഞിട്ട് ഓൻ്റെ നോക്കണ കാര്യം അള്ളാഹ് ഏറ്റിണേന്ന്. ഹു അള്ളാഹുവിനെ മരിപ്പിക്കുന്നത് വരെ ഫിദ്ഖിലഹുൽ ജന്ന, അള്ളാഹുവിനെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുന്നത് വരെ. അല്ലെങ്കിലോ യറുദ്ദഹു ബിമാനാല മിൻ അജ്രിൻ ഗനീമ, കൂലി അല്ലെങ്കിൽ ഗനീമത്ത് സ്വത്ത്, ഇതേതെങ്കിലും ഒന്നുമായിട്ട് അവൻ സമ്പാദിക്കുന്നതുമായി അവനെ ഇങ്ങോട്ട് തന്നെ തിരിച്ചു പോരുന്നത് വരെ അള്ളാഹു ലാമിനാൻ. രണ്ടാമത്തെ റജുലൻ, മനുഷ്യൻ, റാഹയിലൽ മസ്ജിദി, പള്ളിയിലേക്ക് അവൻ നടന്നുപോയി. ലാമിൻ അലല്ലാ, അവൻ അള്ളാഹിൻ്റെ മേൽ ലാമിനാണ്, അവൻ്റെ കാര്യം അള്ളാഹു ഏറ്റെടുത്തിട്ടുണ്ട്. റജുൽ, മൂന്നാമത്തെ റജുലാണ്, ദഖല ബൈതഹു ബിസലാം, സലാം പറഞ്ഞുകൊണ്ട് അവൻ വീട്ടിലേക്ക് കയറി. വീട്ടിലേക്ക് കയറിയപ്പോൾ അസ്സലാമു അലൈക്കും എന്ന് വീട്ടുകാർ സലാം പറഞ്ഞു. ഇല്ലെങ്കിൽ അസ്സലാമു അലൈനാ വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ സലാം പറഞ്ഞുകൊണ്ട് വീട്ടിലേക്ക് കയറിയവൻ ലാമിനുൻ അലല്ലാഹ്, അവനും അള്ളാഹിൻ്റെ മേൽ ലാമിനാകുന്നു. റവാഹു അബൂ ദാവൂദ്. അൻഹു അന്നഹു ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹിൻ്റെ തിരുദൂതർ പറഞ്ഞു, മൻ ഖറജ മിൻ ബൈതിഹി മുതതഹിറൻ, ആരെങ്കിലും ശുദ്ധി വരുത്തിയിട്ട് വീട്ടിൽ നിന്നിറങ്ങി എങ്ങോട്ടാണ്? ഇലാ സ്വലാത്തി മക്തൂബ, 5 വക്ത് നിസ്കാരത്തിന് വേണ്ടിയിട്ട് പള്ളിയിലേക്ക് ആരെങ്കിലും ശുദ്ധി വരുത്തിയിട്ട് വീട്ടിൽ നിന്നിറങ്ങിയാൽ ഫാജുറുഹു, എൻ്റെ പ്രതിഫലം കാജിൽ ഹാജിൽ ഹുറുമീന്നല്ലേ, മുഹിരിമിയാണാവോ? നിങ്ങൾ മീമുണ്ടോ? എൻ്റെ മീമ് പോയതാണ് ഈ കാരം. അങ്ങനെയാണ് സാധ്യത. മുഹിറാൻ ചെയ്തതായിരിക്കുന്ന ഹാജിൻ്റെ പ്രതിഫലം പോലെയാണ്. ഒമൻ ഹറജ ഇലാ തസ്ബീഹിൽ ളുഹാ, ളുഹാ നിസ്കാരത്തിലേക്ക് ആരെങ്കിലും പുറപ്പെട്ടാൽ ലാ യൻസിബുഹു ഇല്ലാ ഇയ്യാഹു ഫാജുറുഹു കാജിരിൽ മുഅ്തമിരി, ലാ യൻസിബുഹു, അവനെ എണീപ്പിക്കുന്നില്ല, വീട്ടിൽ നിറക്കിയിട്ടില്ല, ഇല്ല ഇയ്യാഹു, അതല്ലാതെ, ഏതല്ലാതെ? അല്ലാതെ. എന്നാൽ ഫജ്റുഹു, അവൻ്റെ പ്രതിഫലം കാജിരിൽ മുഅ്തമിരി, ഉംറ ചെയ്യുന്നവന് പ്രതിഫലം പോലെയാവുന്നു. സലാത്തുൻ അലാ ഇസ്രി സലാത്തിൻ, പിന്നെ ലാ ലഗ്വ ബൈനഹുമാ കിതാബും ഫില്ലീൻ, ഒരു നിസ്കരിച്ചിട്ട് അതിൻ്റെ അടുത്ത നിസ്കാരവും നിസ്കരിക്കുകയാണ്, അതിൻ്റെ ഇടയിൽ ഒരു വേണ്ടാത്തൊരു വാക്കോ പ്രവൃത്തിയോ ലാ ലഗ്വ ബൈനഹുമാ, രണ്ട് നിസ്കാരത്തിൻ്റെ ഇടയിൽ ഒരു ലഗ്വും ഉണ്ടായിട്ടില്ല. സലാത്തുൻ അലാ ഇസ്രി സലാ, ഒരു നിസ്കാരം കഴിഞ്ഞിട്ട് അടുത്ത നിസ്കാരം, അപ്പോൾ അതിന് നിസ്കരിച്ചു, എന്നിട്ട് ഒരു ലഗ്വും ചെയ്യാതെ ഒന്നും പറയാതെ വേണ്ടാവൃത്തിയൊന്നും ഒരു വാക്കിലും ഉണ്ടാകാതെ അടുത്ത നിസ്കാരം നിസ്കരിച്ചാൽ അത് കിതാബും ഫില്ലീൻ, അത് എല്ലിയിൽ എഴുതപ്പെടാനൊരു കാരണമാണ്, അല്ലെങ്കിൽ ആ അമലിൻ്റെ പട്ടികയിൽ എഴുതപ്പെടുന്ന ഒരു അമലാണ്. റവാഹു അഹ്മദ് അബൂ ദാവൂദ്. വൻ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇദാ മറർതും ബിരിയാദിൽ ജന്ന, സ്വർഗീയാരാമങ്ങളിലൂടെ നിങ്ങൾ നടക്കുകയാണെങ്കിൽ ഫർതഊ, നിങ്ങളൊന്ന് മേഞ്ഞു തിന്നണേ. കൈലാപ്പ് ചോദിക്കപ്പെട്ടു സഹബത്തിൻ്റെ ഭാഗത്ത് നിന്ന്, യാ റസൂലല്ലാഹ്, അല്ലാഹുവിൻ്റെ തിരുദൂതരേ, വമാ റിയാദുൽ ജന്ന, സ്വർഗീയാരാമങ്ങൾ എന്നുകൊണ്ട് അവിടുന്ന് ഉദ്ദേശിച്ചത് ഏതാണ്? കാല, അവിടുന്ന് പറഞ്ഞാൽ മസാജിദു, അത് പള്ളികളാണ്. കീലാപ്പ് അവിടെ ചോദിക്കപ്പെട്ടു വീണ്ടും, വമർറത്തു യാ റസൂലല്ലാഹ്, അല്ലാഹുവിൻ്റെ തിരുദൂതരേ, ആ പള്ളിയിലൂടെ മേഞ്ഞു തിന്നൽ എങ്ങനെയാണ്? കാല സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ, ഈ ദിക്റാണ്. റവാഹു തിർമിദിയു. വഅൻഹു അന്നഹു ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മൻ അത്തൽ മസ്ജിദ ബിശൈഇൻ, ആരെങ്കിലും ഒരു ആ കാര്യത്തിന് വേണ്ടി പള്ളി ചെന്നാൽ ഫഹുവ ഹല്ലുഹു, അതാണ് ഓന് അതിന് കിട്ടാനുള്ള ലാഭം. ശരിയല്ലേ? ഒരാൾ പള്ളിക്ക് പോയത് കാവടിച്ചാനാണെങ്കിലും ഓന് കാവ്യം കുടിച്ചു പോരാ, അല്ല അല്ല ഓന് ഇത്തിക്കാപ്പിരിക്കാനും ജമാഅത്ത് അനുസരിച്ചാനും ആണെങ്കിലും ഓനവും കിട്ടും. പോയത് എന്തിനാച്ചാൽ കിട്ടും. പിന്നെ റവാഹു ദാവൂദ വൻ ഫാത്തിമത്ത ബിൻതിൽ ഹുസൈൻ ബിൻ അൻ ജദ്ദത്തിഹ ഫാത്തിമത്തൽ കുബ്ര, രണ്ട് ഫാത്തിമ ഉണ്ട്, പേരക്കുട്ടിയെ ഫാത്തിമയുണ്ട്,
വല്യമ്മേ ഫാത്തിമയാണ്. മുത്തനബിൻ്റെ മോളാവുന്ന ഫാത്തിമ ബീവിനെ തൊട്ട് മോൻ്റെ മോളാവുന്ന ഫാത്തിമ ബീവി റിപ്പോർട്ട് ചെയ്യാൻ അന്നഹ കാലത്ത് ഫാത്തിമത്തുൽ കുബറ പറയാണ് കാനൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നബി തങ്ങളായിരുന്നു ഇദാ ദഖലൽ മസ്ജിദ പള്ളി പ്രവേശിച്ചാൽ സ്വല്ല അലാ മുഹമ്മദിൻ ആദ്യം മുത്തനബിൻ്റെ മേലും സ്വലാത്ത് ചെല്ലും സല്ലല്ലാഹു അലാ മുഹമ്മദ് എന്ന് പറയും. വകാല എന്നര പിന്നെ പറയും റബ്ബി ഉഫിർലി ദുനൂബി വഫ്തലി അബ്വാബ റഹ്മതിക് ഇങ്ങനെ പറയും. അതാ ചില പള്ളിക്ക് അങ്ങനെ ഇരിക്കും അല്ലാഹു സല്ലി അലാ മുഹമ്മദിൻ എന്നിട്ട് റബ്ബി ഉഫിർലി ദുനൂബി വഫ്തലി അബ്വാബ റഹ്മതിക് ആണല്ലേ. ശ്രദ്ധിച്ചില്ലേ? ചിലയിടത്ത് ഏത് മാത്രം എഴുതിയേക്കും റഹ്മത്തിക്ക് മാത്രമേ എഴുതിയിട്ടുണ്ട്. നമ്മൾ ഫുള്ള ചൊല്ലിയാൽ മതി. ഫൈദാ ഖറജ പുറത്ത് വരുമ്പോഴും സല്ല അലാ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേലെ സലാത്ത് ചൊല്ലിയിട്ട് വകാല എന്ന് പറയും റബ്ബി ഉഫിർലി ദുനൂബി വഫ്തലി അബ്വാബ ഫദ്ലിക് റവാഹു തിർമിദി വഅഹ്മദ് വഇബ്നു മാജ. ഒഫി റിവായത്തിമാ രണ്ടുപേർ ഡിപ്പാട്ടിൽ കാണാൻ കാലത്ത് ആയിഷ ഫാത്തിമ ബി പറയാണ് ഇദാ ദഖൽ മസ്ജിദ നബിതങ്ങൾ പള്ളി കയറിയാൽ പിന്നെ ഒക്കെ ഇതാ ഹറജായ പ്രകാരം പുറപ്പെട്ടാലും കാല തങ്ങൾ പറയലുണ്ടായി ബിസ്മില്ലാഹി വസ്സലാത്തു അലാ വസ്സലാമു അലാ റസൂലില്ലാഹ് ബിസ്മില്ലാഹി വസ്സലാമു അലാ റസൂലില്ലാ എന്ന് പറയാറുണ്ടായിരുന്നു എന്നുണ്ട് വരിപ്പാട്ടിൽ. ബദല സല്ലാല മുഹമ്മദിൻ സല്ലാല മുഹമ്മദിൻ്റെ സ്ഥാനത്ത്. പക്ഷേ ഒരു കാര്യം പറയാണ്ട് വക്കാല തുർമുദി പറയാണ് ലൈസ ബി ഇസ്നാദുഹു ബി മുത്തസിലിൻ ഇതിൻ്റെ പരമ്പര മുത്തസിലല്ല. കാരണം എന്തറിയോ ഫാത്തിമത്ത് ബിന്തുൽ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിൻ്റെ മോളാവുന്ന ഫാത്തിമ പേരക്കുട്ടിയാവുന്ന ഫാത്തിമ ഉണ്ടല്ലോ ലം തുദ്രിക് ഫാത്തിമത്തുൽ കുബറ വല്യമ്മയാവുന്ന ഫാത്തിമാനെ നേരിട്ട് കണ്ടിട്ടില്ല, ഇടയിൽ ഒരാൾ പോയിട്ടുണ്ട്. വഅൻ അംരി ബിൻ ശുഐബ് അൻ അബീഹി അൻ ജദ്ദിഹി അന്നഹു ഖാൽ നഹാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിൻ്റെ റസൂൽ വിലക്കി അൻ തനാശുദിൽ അശ്ആരി ഫിൽ മസ്ജിദി പള്ളിയിൽ പാട്ടുകൾ പാടലിനെ തൊട്ട് വൈനിൽ ബൈഇ വൽ ഇശ്തിറാഇ ഫീഹി പള്ളിയിൽ വെച്ച് വിൽക്കുക വാങ്ങുക പോലുള്ള ഇടപാട് നടത്തലിനെ തൊട്ടും വയൽതഹികന്നാസു യൗമൽ ജുമുഅ ഖബല സ്വലാത്തി ഫിൽ മസ്ജിദി നിസ്കാരം തുടങ്ങുന്നതിൻ്റെ മുമ്പ് പള്ളിയിൽ വെള്ളിയാഴ്ച ജുമുഅക്ക് മുമ്പായിട്ട് ജനങ്ങൾ വട്ടം കൂടി കുത്തിരിക്കലിനെയും വിലക്കി. അണിയായിട്ടല്ലേ ഇരിക്കണ്ടേ, സഫായിട്ടായിരിക്കണ്ടേ. അതേ സ്ഥലത്തിൽ വട്ടം കൂടി ഇങ്ങനെ കുത്തിരിക്കരുത്. അങ്ങനെ ഉണ്ടായിനി ആദ്യം മുത്തനബി വിലക്കിയതവൻ. അങ്ങനെ വരുന്നോല് ഇങ്ങനെ വട്ടം കൂടി ഇങ്ങനെ സ്വർഗ്ഗ കുത്തിരിക്കുക. വട്ടത്ത് കുത്തുന്ന തന്നെ സ്വർഗ്ഗ കൂടുമല്ലോ. അപ്പോൾ ആദ്യം വന്നിട്ട് എത്ര വട്ടം വേറെ വട്ടം അപ്പം അങ്ങനെ ആ പറ്റൂല കേട്ടോ. ബന്ധുവിലൊക്കെ വരിയായിട്ട് ഇങ്ങനെ ഇരിക്കുക. പിന്നെ റവാഹു അബൂദാവൂദ് തുർമുദിയോ. പിന്നെ وعن أبي هريرة رضي الله عنه أنه قال رسول الله صلى الله عليه وسلم إذا رأيتم من يبيع ويبتاع في المسجد പള്ളിയിൽ വിൽക്കുകയോ വാങ്ങുകയോ ചെയ്യുന്നവരെ കണ്ടാൽ ഫഖൂലൂ നിങ്ങൾ പറയണം ലാ അർബഅ അല്ലാഹു തിജാറതക നിന്റെ കച്ചവടത്തിൽ അല്ലാഹു ബറക്കത്ത് ചെയ്യാതിരിക്കട്ടെ, ലാഭം തരാതിരിക്കട്ടെ. വൈദാ റഅയ്തും മൻ യൻഷുദു ഫീഹി ളാലത്തൻ പള്ളിയിൽ വെച്ച് കാണ്ട് നഷ്ടപ്പെട്ട സാധനം അന്വേഷിക്കുന്നവനെ കണ്ടാൽ ഫഖൂലൂ ലാ റദ്ദല്ലാഹു അലൈക നിങ്ങൾ പറയണം അള്ളാഹ് നിന്റെ മേലെ തിരിച്ചു തരാതിരിക്കട്ടെ എന്ന് പറയണം. റവാഹു തിർമിദി വൻ ഹക്കീമിൻ ഹിസാമിൻ അന്നഹു ഖാല നഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലുള്ളാഹി വലക്കി അൻ യുസ്തഖാദ ഫിൽ മസ്ജിദി പള്ളി വെച്ചാണ് ഖിസാസ് എടുക്കലിനെ കൊന്നതിന് പകരം കൊല്ലുക, വിചരിച്ചു തന്നെ ഏതില്ലേ ശിക്ഷ നടപടികളില്ലേ അത് പള്ളിൻ്റെ ഒന്ന് നടത്തലിനെ റസൂലുള്ളാഹി കീവാൻ യുൻഷദ ഫീഹിൽ അഷ്റു പള്ളിയിൽ പാട്ട് പാടപ്പെടലിനെയും വാൻ തുഖാം ഫീഹിൽ ഹുദൂദ് പള്ളിയിൽ ഹദ്ദുകൾ നടപ്പാക്കപ്പെടലിനെയോ. റവാഹു ദാവൂദ് ബിസനദിഹി. സാഹിബ് ജാമിഉൽ ഉസൂൽ ഫീഹി ജാമിഉൽ ഉസൂലിൻ്റെ സാഹിബ് ജാമിഉൽ ഉസൂൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഹക്കീം എന്നവരെ തൊട്ട് വഫിൽ മസാബിയും ജാബിരി മസാബിയിൽ ജാബിർ എന്നവരെ തൊട്ടും വൻ മുആവിയത ബിൻ ഖുറത അൻ നബിഹി അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലുള്ളാഹി വലക്കി അൻ ഹാതൈനി ഷജറതൈനി ഈ രണ്ട് മരത്തിനെ തൊട്ട് യൈനിൽ ബസറ വസൂമ വെള്ളുള്ളിയും ചീരുള്ളിയും വക്കാല തങ്ങൾ പറഞ്ഞു അക്കലഹുമ ഈ രണ്ട് ഉള്ളി ആരെങ്കിലും തിന്നാൽ ഫലാ ഖുർബന്ന മസ്ജിദന നമ്മൾ പള്ളിക്ക് അടുക്കാൻ പാടില്ല. വക്കാല തങ്ങൾ പറഞ്ഞു ഇൻകുന്തും ലാബുദ്ദ പിന്നെ ആക്കിലഹിമാന്നുണ്ടോ ഇൻകുന്തും ലാബുദ്ദ ആക്കിലഹിമാന്ന അത് തിന്നലത്തൊട്ട് കൂടാതെ കഴിയൂല എങ്കിൽ
ഫആമീതൂഹുമാ, അതുകൊണ്ട് നിങ്ങൾ കൊല്ലണം. തൊബ്ഹൻ, വേവിക്കലിനാൽ കൊല്ലണം. വേവിച്ചാൽ പിന്നെ അതിൻ്റെ ഏത് പോകും? ദുർഗന്ധം. വെന്ത ഉള്ളി നിന്നാൽ ദുർഗന്ധം ഉണ്ടാവില്ലല്ലോ. റവാഹു ദാവൂദ് അവൻ നബി സയ്യിദിൻ അന്നഹു ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൽ അർളു കുല്ലുഹാ മസ്ജിദ്, ഭൂമി മുഴുവനും നിസ്കരിക്കാൻ പറ്റിയ ഇടമാണ്. ഇല്ലൽ മഖ്ബറ, മഖ്ബറ ഒഴികെ. വൽ ഹമ്മാമ, ഹമ്മാം ഒഴികെയും. റവാഹു അബൂ ദാവൂദ് തിർമിദി വദാരിമി അന്ന ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഖാല നഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൻ യുസല്ലാ ഫി സബ്അതി മവാത്തിന, ഏഴിടങ്ങളിൽ നിസ്കരിക്കലിന് റസൂലുള്ളാഹി വിലക്കി. ഫിൽ മസ്ബല, അടുക്കാട്ടിടുന്ന കുപ്പയിൽ. വൽ മജ്സറ, ഒട്ടറക്കുന്ന സ്ഥലത്ത്. വൽ മഖ്ബറ, ഖബർസ്ഥാനിയിൽ. ആര്യത്ത് തരിക്ക്, വഴിമധ്യത്തിലെ. വഫിൽ ഹമാമി, കുളിമുറിയിൽ. വഫി മായത്തിൻ്റെ പിരി, ഒട്ടകത്തെ കെട്ടിക്കൊണ്ടിരുന്ന സ്ഥലത്ത്. ഒക്കെ ബഹിരിൻ, വൈത്തില്ല, അള്ളാഹുവിൻ്റെ ഭവനമാവുന്ന കബാലയത്തിൻ്റെ പുറത്ത് കയറി നിസ്കരിക്കൽ. റവാഹു തിർമിദി വഇബ്നു മാജ. വഅൻ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലു ഫി മറാബിദിൽ ഗനമി വല സല്ലു ഫി അഅ്താനിൽ ഇബ്ലി, ഒട്ടകത്തെ കെട്ടുന്നിടത്ത് നിങ്ങൾ നിസ്കരിക്കരുത്, ആടിനെ കെട്ടുന്നിടത്ത് നിസ്കരിച്ചോളി. റവാഹു തിർമിദിയോ. ഒക്കെ എന്നാൽ കഴിഞ്ഞിട്ട് ഇതേ ഹദീസ് കേട്ടോ. വഅൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഖാല ലഅന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സായിറാത്തിൽ ഖുബൂർ, ഖബർ സന്ദർശിക്കുന്ന പെണ്ണുങ്ങളെ. വനുത്തഖിദീന അലൈഹൽ മസാജിദ, ഖബറുകളുടെ മേലിൽ പള്ളി ഉണ്ടാക്കുന്നവരെ. സുറുജ, വിളക്കുകൾ ഉണ്ടാക്കുന്നവരെയും റസൂൽ ശപിച്ചിരിക്കുന്നു. റവാഹു ദാവൂദ് തിർമിദി വന്നസായിയോ. വഅൻ അബീ ഉമാമ, ഒരു ഹദീസ് ബാബു കഴിച്ചു, ഫസ്റ്റ് കഴിച്ചില്ലേ. വഅൻ ഉമാമ റളിയല്ലാഹു അൻഹു ഖാല ഇന്ന ഹിബ്റൻ മിനൽ യഹൂദി, ജൂതന്മാരിൽപ്പെട്ട ഒരു പണ്ഡിതൻ സാലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹിയോട് ചോദിച്ചു, അല്ല മുഹമ്മദേ, അയ്യുൽ വികായി ഹൈറുൻ, അള്ളാഹിൻ്റെ ഭൂമിയിൽ നിന്ന് ഏറ്റവും നല്ല സ്ഥലം ഏതാണ്? ഫസക്കത്താൻ ഹൂ, ആ പണ്ഡിതൻ്റെ ചോദ്യത്തിനത്തിന് ഉത്തരം മൗനം ദീക്ഷിച്ചു. ഫഖാല ഉസ്കുത്ത്, അസ്കുത്ത്, ഞാനത് മുണ്ടാതെ കെട്ടെ. ഹത്ത ജിബ്രീൽ, ജിബ്രീൽ വരട്ടെ കാരണം. അപ്പോൾ സക്കത്ത, തങ്ങൾ മൗനം ദീക്ഷിച്ചു. ഫജാ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം, റസൂൽ ജിബ്രീൽ വന്നു. ഫഖാലൽ മസ്ഊലു അൻ നബി അലമിനസായിലി, ആ സമയത്ത് ജിബ്രീൽ അലൈഹി സ്വലാം പറയുകയാണ്, ചോദിക്കപ്പെട്ടവൻ ഞാൻ ചോദിച്ച താങ്കളേക്കാൾ അറിവുള്ള ആളല്ല. വലാകിൻ നസ്അലു റബ്ബി തബാറക വതആല, എൻ്റെ റബ്ബിനോട് ഞാനൊന്ന് ചോദിക്കട്ടെ. സുമകാല ജിബ്രീൽ, ജിബ്രീൽ അലൈഹി സ്വലാം പറഞ്ഞു, യാ മുഹമ്മദ്, മുഹമ്മദേ, ഇന്നീ ദനൗതു മിനല്ലാഹി ദുനുബാ, അള്ളാഹിനോട് ഞാൻ അടുക്കലെടുത്തു. മാ ദനൗതു മിന്നു കത്തു, അത്രത്തോളം ഞാൻ മുമ്പ് അടുത്തിട്ടില്ല, അങ്ങനത്തെ അടുക്കൽ ഞാൻ എടുത്തു. കാല കൈവ കാന യാ ജിബ്രീൽ, ജിബ്രീൽ എത്രയാണ് എടുത്തത് ചോദിച്ചു. കാല, ജിബ്രീൽ പറഞ്ഞു, കാന ബൈനി വ ബൈനഹു സബൂന അൽഫ ഹിജാബിൻ മിൻ നൂർ, എൻ്റെയും റബ്ബിൻ്റെയും ഇടയിൽ ഹിജാബ് നൂറിനാലുള്ളതാകുന്ന 70,000 ഹിജാബുണ്ട്, മറയുണ്ട്. ഫകാല, തങ്ങൾ എന്നോട് ഇങ്ങനെ പറഞ്ഞു, ഷറുൽ വികായ അസ്വാഖുഹാ, ഭൂമിയിൽ നിന്ന് ഏറ്റവും മോശപ്പെട്ട സ്ഥലം അവിടുത്തെ അങ്ങാടികളാണ്. വഖൈറുൽ വികായി മസാജിദുഹാ, ഏറ്റവും നല്ല സ്ഥലം അങ്ങാടി പള്ളികളുമാണ്. റവാഹു ഇബ്നു ഹിബ്ബാൻ ഫി സഹീഹി അൻ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ. الفصل الثالث عن أبي هريرة رضي الله عنه أنه قال سمعت رسول الله صلى الله عليه وسلم يقول, തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, മൻജാ മസ്ജിദി ഹാദാ, എൻ്റെ ഈ പള്ളിയിൽ അഥവാ മദീനത്തെ പള്ളിയിലേക്ക് ആരെങ്കിലും വന്നാൽ, ലം യഅതി ഇല്ലാ ലി ഖൈർ, ഖൈറിന് വേണ്ടി അല്ലാതെ വന്നിട്ടില്ല കേട്ടോ, നല്ല നിയ്യത്തിലാവാൻ വന്നത്. യതഅല്ലമുഹു ഔ യുഅല്ലിമുഹു, എങ്ങനെയുള്ള ഖൈറാണ്? ആ ഖൈറിനെ അവൻ പഠിക്കും, അല്ലെങ്കിൽ പഠിപ്പിക്കും. ഖൈറായ കാര്യം പഠിക്കാൻ വേണ്ടി അല്ലെങ്കിൽ പഠിപ്പിക്കാൻ വേണ്ടി ഈ നിലക്ക് ഒരു മനുഷ്യൻ വന്നോ, അങ്ങനെ ആരെങ്കിലും വന്നാൽ, ഫഹുവ ബി മൻസിലത്തിൽ മുജാഹിദി ഫീ സബീലില്ലാഹ്, അവൻ അള്ളാഹിൻ്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യുന്നവന് സമാനമാണ്. വമൻ ജാഅ ലിഗൈരി ദാലിക, ഇതല്ലാത്തതിന് വേണ്ടി ഒരാൾ വന്നാൽ, മദീനത്തെ പള്ളിയിലേക്ക് വന്നോ, പക്ഷേ ഇയാൾ ആവശ്യത്തിന് വേണ്ടി അല്ല വന്നത്, എന്നാൽ ഫഹുവ മൻസിലത്തിർ റജുലി, ഒരു മനുഷ്യൻ്റെ മൻസിലിലാണ്. യൻളുറു ഇലാ മത്താഇ ഗൈരിഹി, മറ്റൊരാളുടെ ചരക്കിലേക്ക് നോക്കുന്നവനാണ്. ആ നിലക്കുള്ള ഒരു മനുഷ്യൻ്റെ സ്ഥാനത്താവുന്നു. സ്വന്തം കാര്യം മറന്നുകാണ്ട് വേറെ ആൾ കാര്യം നോക്കി കിടക്കുന്ന ഒരാളെ സ്ഥാനത്തുമാകുന്നു. ശരി, നല്ല ഒരു ചാൻസ് കിട്ടിയിട്ട്
അത് നഷ്ടപ്പെടുത്തിങ്ങാണ്ട് അവന് നല്ലൊരു ചാൻസ് അല്ലേ. അള്ളാഹിൻ്റെ റസൂലിൻ്റെ മദീനത്തെ പള്ളിയിൽ വന്നുകൊണ്ട് റക്കായത്ത് നിസ്കരിച്ചിട്ടുണ്ടെങ്കിൽ എത്ര കൂലിയാണ്. ഒരു ഇൽമ പഠിപ്പിച്ചാലും പഠിച്ചാൽ എത്രങ്ങാനും കൂലിയാണ്. ഇങ്ങോട്ട് ഓൻ അത് ഒഴിവാക്കുകയും. റവാഹു ഇബ്നു മാജ വൽ ബൈഹഖി ഫീ ശുഅബിൽ ഈമാൻ. വാനിൽ ഹസനി മുർസലൻ അന്നഹു കാല, ഹസൻ എന്നവർ പറയാണ്, കാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, യഅ്തിയലന്നാസി സമാൻ, ജനങ്ങളുടെ മേലൊരു കാലം വരും, യകൂൻ ഹദീദുഹും, അവരുടെ വെറും വർത്താനം ആകും, ഫി മസാജിദിഹിം, യകൂൻ ഹദീദുഹും ഫി മസാജിദിഹിം, പള്ളിയിലുള്ള അവരുടെ വർത്തമാനമാകും, അവരുടെ പള്ളികളിൽ അവരുടെ വർത്തമാനമാകും, ഫി അമ്രി ദുന്യാഹും, അവരുടെ ദുന്യാവിൻ്റെ കാര്യത്തിലാകും. ദുന്യാ പള്ളി കുത്തർന്ന ചർച്ച നടത്തണത്. ലീഡ് എത്ര ഉണ്ട്, ആരൊക്കെയൊക്കെ ജയിച്ചത്, ആരൊക്കെ ഇപ്പോൾ തോറ്റത്, ഇതൊക്കെ ചർച്ച നടത്താണ്. ഒക്കെ ഉണ്ട് ദുന്യാവിൻ്റെ കാര്യങ്ങളൊക്കെ. പിന്നെ കച്ചവടം എങ്ങനെ ഉണ്ട്, ഇതൊക്കെ ചർച്ച നടത്താൻ എവിടെ നിന്നാണ്? പള്ളിയിൽ നിന്ന്. എന്നിട്ട് പറയണുണ്ടോ, ഫല തുജാലിസുഹും, ആ വർത്തമാനം പറയുന്ന മനുഷ്യന്മാരെ കൂടെ നിങ്ങൾ ഇരിക്കരുത്. ഫലൈസ ലില്ലാഹി ഫീഹിം ഹാജ, അവരിൽ അള്ളാഹ്ക്ക് ആവശ്യമില്ല. എന്തിനാ അവർ പള്ളിയിൽ കയറുന്നു? റവാഹുൽ ബൈഹഖി ഫീ ശുഅബിൽ ഈമാൻ വഅൻ സഅദ് ബിൻ യസീദ് അന്നഹു ഖാല കുന്തു നായിമൻ ഫിൽ മസ്ജിദി, ഞാൻ പള്ളിയിൽ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. സായിബ് റളിയല്ലാഹു അൻഹു പറയാണ്, ഞാനേ പള്ളിയിൽ ഇങ്ങനെ ഇരിക്കുക. ഫഹസബനി റജുലൻ, എന്നെ കല്ലെടുത്ത് എറിഞ്ഞു. ഞാൻ ഇങ്ങനെ ഇരിക്കുമ്പോൾ ചങ്ങായി കല്ലെടുത്തു. അപ്പോഴോ പിന്നെ ഫനദർത്തു, അപ്പോൾ ഞാൻ ഇങ്ങനെ നോക്കി, ആരാ അപ്പം എന്നെ കല്ലെടുത്ത് എറിയുന്നത്? ഫൈദാ ഹുവ ഉമർ ഇബ്നുൽ ഖത്താബ്, അപ്പോൾ അതാരാണ്? ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനാണ് കല്ലെടുത്ത് എറിയുന്നത്. പിന്നെ ഫഖാല, തങ്ങൾ അയാൾ എന്നോട് പറഞ്ഞു, ഉമർ എന്നോട് പറയാണ്, ഇദ്ഹബ്, ഇജ്ജ് പോയിട്ട് ഫഅ്തിനി ബിഹാദൈനി, ആ രണ്ട് ആൾക്കാരോട് ഞാൻ വിളിക്കേണ്ടത് വരാൻ പറയാറ്. ഇജ്ജ് പോയിട്ട് ആ രണ്ടാൾക്കാരെ വിളിച്ചു പറഞ്ഞു. ഫജീത്തുഹു ബിഹിമാ, ഞാൻ ഉമർ എന്നവരുടെ അടുത്തേക്ക് രണ്ടാളെ കൊണ്ടുവന്നോ. നിങ്ങളെ വിളിക്കുന്നുണ്ട്, ഉമർ എന്നവർ വിളിക്കുന്നുണ്ട്. ഇതിൽ വന്നു. ഫക്കാല, ഉമർ എന്നവർ ചോദിച്ചു, മിമൻ അൻതുമാ, നിങ്ങൾ ഏത് ഗോത്രത്തിൽ, അല്ലെങ്കിൽ ആരിൽ നിന്നുള്ളവരാണ്, അല്ലെങ്കിൽ ഔ ഐ, ഇങ്ങനെ ചോദിച്ചേ, മിൻ ഐന അൻതുമാ, നിങ്ങൾ ഏത് നാട്ടിൽ നിന്ന് വരുന്നവരാണ്? കേട്ടെ. കാല, രണ്ടുപേരും പറഞ്ഞു, മിൻ അഹ്ലി ത്വായിഫ്, ഞങ്ങൾ നാട്ടുകാരല്ല, ഞങ്ങൾ ത്വായിഫുകാരാണ്. കാല ലൗ കുന്തുമാ മിൻ അഹ്ലിൽ മദീനത്തി, നിങ്ങൾ മദീനൻ്റെ അഹ്ലുകാരിൽ പെട്ട ഒരാളായിരുന്നുവെങ്കിൽ, ലൗജഅതുകുമാ, നിങ്ങൾ രണ്ടുപേരെയും ഞാൻ വേദനിപ്പിക്കുമായിരുന്നു. തർഫാനി, നിങ്ങൾ രണ്ടുപേരും ഉയർത്തുകയാണല്ലേ, അസ്വാതക്കുമാ, രണ്ടുപേരുടെയും ശബ്ദത്തിനെ, ഫി മസ്ജിദി റസൂലില്ലാ, അള്ളാഹിൻ്റെ തിരുനൂതരുടെ പള്ളിയിൽ നിങ്ങൾ ശബ്ദം ഉയർത്തുന്നുവോ, നിങ്ങൾ രണ്ടുപേരെയും ഞാൻ വേദനിപ്പിക്കുമായിരുന്നു ഈ നാട്ടുകാരായിരുന്നെങ്കിൽ. റവാഹുൽ ബുഖാരിയോ. ശരി. പിന്നെ വാൻ മാലിക്കിൻ റളിയല്ലാഹു അൻഹു ഖാല, ബനാ ഉമറു, ഉമർ റളിയല്ലാഹു അൻഹു ഉണ്ടാക്കി, റഹബത്തൻ, ഒരു പുറംകൊലായി ഉണ്ടാക്കി, ഫി നാഹിയത്തിൽ മസ്ജിദി, പള്ളിൻ്റെ ചാരത്ത്, മദീനത്തെ പള്ളിൻ്റെ തായരുണ്ടാക്കി. ആര്? ഉമർ എന്നവർ. തുസമ്മൽ ബുതൈഹ, അതിന് ബുതൈഹ എന്നാണ് പേരിട്ടത്. പള്ളിക്ക് ചുറ്റുപള്ളി ഉണ്ടാക്കി, പള്ളിക്ക് ചുറ്റും ഒരു ചുറ്റുപള്ളി ഉണ്ടാക്കി, താഴേര് ബുതൈഹ എന്ന് പേരിട്ടു. എന്നിട്ടോ വക്കാല, ഉമർ അല്ലാഹു പറഞ്ഞു, മൻകാനുരീദു അൻ യഗ്ലത്ത, ആർക്കെങ്കിലും കോലാഹലം ഉണ്ടാക്കാൻ ഉദ്ദേശം ഉണ്ടെങ്കിൽ, ഔ യുൻഷിദ ഷെയ്റൻ, അല്ലെങ്കിൽ പാട്ട് പാടാൻ പരിപാടി ഉണ്ടെങ്കിൽ, ഔ യർഫ സൗത്തഹു, അല്ലെങ്കിൽ ഒച്ച പൊന്തിക്കണമെന്ന് പോയിട്ടുണ്ടെങ്കിൽ, ഫല്യഖ്റുജ് ഇലാ ഹാദിഹി റഹബ, ഈ വരാന്തേക്കാണ്ട് ഇറങ്ങിക്കോട്ടെ, ഇവിടേക്കാണ്ട് പുറപ്പെട്ടോട്ടെ, അല്ലാതെ പള്ളി നിർത്താൻ മതി. റവാഹുൽ മുവത്തഇ. കേട്ടങ്ങൾ ഇങ്ങനെയാണ് പണ്ടത്തെ പള്ളിക്ക് അങ്ങനെ ഉണ്ടാക്കും. പണ്ട് കാരണന്മാരങ്ങനെ വർത്തമാനം പറയാൻ പറ്റുന്ന ആരുണ്ടാക്കി ചെയ്യും. ഇപ്പോൾ കുറേ ആൾക്കാരെന്ത് ചെയ്തു, പുതിയ കമ്മിറ്റിക്കാർ വന്ന് നിങ്ങൾ അതും കൂടി പള്ളി ഉണ്ടാക്കി. എൻ്റെ വരെ ഒക്കെ ചെയ്ത് കാരണമാണ് ഒരു തൊള്ളോട് പറഞ്ഞ പണിയല്ലേ ഉള്ളൂ. അള്ളാഹു അതെന്തൊക്കെ വേന അഹ്കാമാവും. വഅൻ അനസ് റളിയല്ലാഹു അൻഹു ഖാല അന്നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം നുഹാമത്തൻ ഫിൽ ഖിബ്ല, ഉമർ റളിയല്ലാഹു മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു കഫം ഉണങ്ങി പിടിച്ച് കിടക്കണത് കണ്ടു. ഫിൽ ഖിബ്ലത്തി, ഖിബ്ലൻ്റെ ഭാഗത്ത്, ജനൽമേലോ വാതിൽമേലോ എവിടെയെങ്കിലുമൊക്കെ ചുമരെങ്കിലൊക്കെ, അല്ലെങ്കിൽ അവിടെ ഇവരൊക്കെയാണെങ്കിൽ കയറാം.
എന്ത് കണ്ടു? കിബിലൻ്റെ ഭാഗത്ത് കഫം കണ്ടു. ഫഷഖ്ഖദാലിക്കലൈഹി, അത് തങ്ങളുടെ മേൽ വല്ലാത്ത വിഷമമായി. ഹത്താ റുഇയ ഫി വജീഹി, ആ വിഷമം തങ്ങളുടെ മുഖത്ത് കാണപ്പെട്ടു. ഫഖാമ, തങ്ങൾ എഴുന്നേറ്റ് ഹക്കഹു ബിയദിഹി, തങ്ങളത് ചുരണ്ടിക്കളഞ്ഞു. തൻ്റെ അവിടുത്തെ ഷർഫാക്കപ്പെട്ട കൈ കൊണ്ട് എന്ത് ചെയ്തു? അതിന് ചുരണ്ടിക്കളഞ്ഞു. ശരി. പിന്നെ ഫക്കാലാതെ ഇന്നഹദക്കും ഇതാക്കാം അബിസ്വലാ, നിശ്ചയം നിങ്ങൾ ഒരാൾ നിസ്കരിക്കാൻ വേണ്ടി നിൽക്കുമ്പോൾ ഫൈന്നമാ വിനാജി റബ്ബഹോ, അവൻ്റെ റബ്ബിനോടാണ് സംസാരിക്കുന്നത്. വൈന റബ്ബഹു വബൈനൽ കിബില, അവൻ്റെ റബ്ബിൻ്റെ റഹ്മത്തിറങ്ങുന്ന അവൻ്റെയും കിബിലിൻ്റെയും ഇടയിലാണ്. ഫലാ യബ്സകന്ന അഹദുക്കും കിബല കിബിലത്തിഹി, തൻ്റെ കിബിലാൻ്റെ ഭാഗത്തേക്ക് നിങ്ങൾ ഒരാൾ തുപ്പാതിരിക്കട്ടെ. വലാക്കിന്നെ യസാരികൻ, ഇടത്തോട് തുപ്പിക്കോട്ടെ. ഔദാത്ത കഥമീഹി, അല്ലേ കാൽപാത്തിന് താഴേക്ക് തുപ്പിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് സുമ്മാഹദാ, തങ്ങൾ എടുത്തു തൊർഫരിത ഇഹി, തട്ടത്തിൻ്റെ തലപ്പെടുത്ത് കാണ്ട് വസക്ക ബിഹി, അത് തുപ്പിക്കാട്ടി കൊടുത്തു. സുമ്മറദ്ദ ബാദഹു ബാദിയും, ബാദിൻ്റെ മേലും എഴുതി കാട്ടി കൊടുത്തു. ഫക്കാരങ്ങൾ തങ്ങൾ പറഞ്ഞു ഔ എഫലു ഹാക്കതാൽ, ഇങ്ങനെ ചെയ്തോട്ടെ. റവാഹുൽ ബുഖാരി. അവനാൻ്റെ വേത്തുകൊണ്ട് തുപ്പി. അതിന് പാരം ചോദിച്ചിട്ടുണ്ടല്ലോ, അങ്ങനെ തോളിൽ ഷാളിട്ട് കാണ്ട് ആ ഷാളെടുത്ത് കണ്ട് ഇങ്ങനെ തുപ്പുക, എന്നിട്ട് ഇങ്ങനെയാണ് ആക്കി കാട്ടി. എന്നാലും പള്ളി തൂപ്പരുത്, കിബിലേക്ക് തൂപ്പരുത്. റവാഹുൽ ബുഖാരി. വഅൻ സായിബിൻ ഹല്ലാദിൻ അന്നോ റളിയല്ലാഹു അൻഹു റജുലുൻ മിൻ അസ്ഹാബിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സഹാബാക്കളിൽപ്പെട്ടതായിരിക്കുന്ന ഒരു സഹാബിയാണ്. ആ ഒരു സായിബ് റളിയല്ലാഹു അൻഹു കാല, സായിബ് റളിയല്ലാഹു അൻഹു പറയാണ്, ഇന്ന റജുലൻ അമ്മ ഖൗമൻ, ഒരാൾ ഒരു സംഘത്തിന് ഇമാമ് നിന്നോ. ഫവസഖൈഫിൽ കിബില, കിബിലയിൽ തുപ്പി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്തോറു, റസൂലുള്ളാഹി ഈ രംഗം ഇങ്ങനെ നോക്കി കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ആ സമയത്താണ് ഇമാമ് അങ്ങോട്ട് തുപ്പിയത്, ചുമരുമക്ക അങ്ങോട്ട് തുപ്പിയത്. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി ഖൗമിഹി, അദ്ദേഹത്തിൻ്റെ കൗമിനോട് അല്ലാഹു റസൂൽ പറഞ്ഞു, ഹീന ഫറഗ, നമസ്കാരം കഴിഞ്ഞപ്പോൾ, ലാ യുസല്ലീലക്കും, ഈ ആൾ നിങ്ങൾക്ക് ഇമാം വെക്കരുതിട്ടോ പറഞ്ഞു. ഈ ഇപ്പം നിന്ന ആളിഞ്ഞ് വരാൽ നിങ്ങൾക്ക് ഇമാം വെക്കരുത് പറഞ്ഞു. ഫറാദ, പിന്നീട് ഒരിക്കൽ അറാദ ബാദാലിക്ക അൻ യുസല്ലിയലഹും, ഈ ജനങ്ങളുടെ ഇമാം വെക്കാൻ ഇയാൾ പണ്ട് പിന്നീട് ഒരിക്കൽ എന്ത് ചെയ്ത് ഇമാം വെക്കാൻ വേണ്ടിക്കാണ്ട് മുമ്പ് നിൽക്കാൻ ഒരുങ്ങിയപ്പം ഇപ്പം മനാഹു, ജനങ്ങളെല്ലാവരും കൂടി അദ്ദേഹത്തെ മുടക്കി, നിൽക്കാൻ പറ്റൂല കാരണം, ഈ ഇമാം വെക്കാൻ പറ്റൂല കാരണം. ഫഅഖ്ബറൂഹു ബി ഖൗലി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂൽ അന്ന് പറഞ്ഞു, അയാളോട് പറഞ്ഞു, ഈ ജനതയ്ക്ക് ഇമാം വെക്കരുതെന്ന് അല്ലാഹു റസൂൽ പറഞ്ഞു. പിന്നെ ഫദക്കറദാലിക റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഈ വിഷയം അള്ളാഹു റസൂലിൻ്റെ ഹദറത്തിൽ പറയപ്പെട്ടു. ദുഃഖിറദാലിക റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഫഖാല, തങ്ങൾ പറഞ്ഞു, നിഅമ, അത് ഫറായിയായിരുന്നു, അത് നന്നായിയായിരുന്നു. പിന്നെ ഇപ്പം ഹസിബത്തു, സാഹിബ് എന്നവർ പറയാണ്, ഞാൻ എനിക്ക് തോന്നുന്നു അന്നഹു കാല, പിന്നെ അന്നഹു കാല, തങ്ങൾ പറഞ്ഞിന്ന് എന്ത് പറയണേ, ഇന്നക്ക ആദക്കത് ആദയിത്തല്ലാഹ റസൂലുഹു, നിശ്ചയം നീ അള്ളാനെയും അള്ളാഹ് റസൂലിനെയും ഇടങ്ങേറാക്കി എന്നുകൂടി പറഞ്ഞു എന്ന് തോന്നുന്നു. റവാഹു അബൂദാവൂദ്. ആൾ തുപ്പുമ്പോളേ അത് അള്ളാനെയും റസൂലിനെ ഇടങ്ങേറാക്കിയിട്ടുണ്ട് എന്ന് വാക്കുകൂടി പറഞ്ഞിരുന്നാണ്ട് ഓർമ്മ, ഉറപ്പില്ല. وعن معاذ بن جبل رضي الله عنه أنه قال احتبس അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു ഉഹ്തുബിസ, തടയപ്പെട്ടു, അന്ന ഞങ്ങളെ തൊട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദാത്ത ഖദാത്തിൽ, ഒരു പ്രഭാതത്തിൽ, അൻ സ്വലാത്തി സുബഹി, സുബഹിസ്കാരത്തെ തൊട്ട്, സുബഹിക്ക് നബി തങ്ങൾക്ക് വരാൻ പറ്റാതായി. ഹത്ത, തടയപ്പെട്ടു എന്ന് വെച്ചാൽ എന്തോ ഒരു തടസ്സം നേരിട്ടു. ഹത്ത, അങ്ങനെ കിദിന, ഞങ്ങൾ അടുക്കാറായി. നതറ, ഞങ്ങൾ കാണാൻ എടുക്കാറായി. ശരിക്കും നതറ പരസ്പരം കാണലാണ്. ഇവിടെ ഇപ്പോൾ മഫൂൽ പറയുന്നുണ്ട്, അയിന ഷംസി, ഷംസിൻ്റെ അയിനിന്, ഷംസിൻ്റെ അയിനെന്ന് വെച്ചാൽ സൂര്യൻ്റെ വെളിച്ചമാണ്. അതെ, സൂര്യൻ്റെ അയിന് തന്നെ, സൂര്യൻ്റെ അയിനെ തന്നെ. അപ്പോൾ സൂര്യനെ ചെന്ന് എന്താണ് ശരിക്ക് ഞങ്ങൾ കാണാൻ, അല്ലെ, നത്തറ, ഞങ്ങൾ കാണാൻ അടുത്ത്, അത്രയും ഉദിക്കാറായി. ഫഹറജ സരിയ, അങ്ങനെ ഞങ്ങൾ വേഗം പുറപ്പെട്ട്. സവ്വബ, ഫസുവ്വിബ, അങ്ങനെ ഇക്കാമത്ത് കൊടുക്കപ്പെട്ടു. സവ്വബ, അല്ലേ,
മടക്കുക എന്നാണല്ലോ. അപ്പം ബാങ്ക് ആദ്യം കൊടുത്ത് രണ്ടാമത് പിന്നെ അതിൻ്റെ റിപ്പീറ്റേഷനാണ്. അതുകൊണ്ടാണ് തസീബി ഇക്കാമത്തിന് പറയുന്നത്. അതായത് ഫസൂബീബ ബിസ്സലാത്ത് നിസ്കാരം കൊണ്ട് ഇക്കാമത്ത് കൊടുക്കപ്പെട്ടു, നടക്കപ്പെട്ടു എന്ന് വെച്ചാൽ ഇക്കാമത്ത് കൊടുക്കപ്പെട്ടു. അങ്ങനെ ഫസല്ലാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിച്ചു. വ തജൂസു നബിതങ്ങൾ എന്തായി, അല്ല തജവ്വസ നബിതങ്ങൾ സ്പീഡിലായി, വേഗത്തിലായി. ഫീ സലാത്തി നബിതങ്ങൾ നിസ്കാരത്തിൽ അത്യാവശ്യം വേഗത്തിലായി, കാരണം സമയം കഴിയുന്നതിന് മുമ്പ് ആക്കണമല്ലോ. ഫലമ്മ സല്ലമ നബിതങ്ങൾ സലാം വീട്ടിയപ്പോൾ ദഅ ബിസൗതിഹി നബിതങ്ങൾ ഉച്ചത്തിൽ വിളിച്ചു ചോദിച്ചു. ഫഖാലല്ലന, അപ്പോൾ അതിനെ വിശദീകരിക്കാൻ നബിതങ്ങൾ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു അല്ലേ, എന്താ ഉച്ചത്തിൽ ആവശ്യപ്പെട്ടു. ദഅ ബിസൗതി ഉച്ചത്തിൽ ആവശ്യപ്പെട്ടു. എന്നിട്ട് ഫഖാലന എന്നിട്ട് പറഞ്ഞു, അതായത് തഫ്സീലിനാണ് എങ്ങനെ വിളിച്ചാവശ്യപ്പെട്ടത് എന്നുള്ളതിൽ. അലാ മസാഫിക്കും നിങ്ങളുടെ സഫുകളിൽ തന്നെ നിങ്ങൾ മുറുകെ പിടിച്ചോ, അല്ല അവിടെ തന്നെ ഇരുന്നോ. കമാൻഡ് നിങ്ങളായിരുന്നു, നിങ്ങൾ എവിടെയാണ് അപ്പോൾ നിസ്കരിച്ചിട്ടുള്ള അവിടെ തന്നെ നിൽക്കുന്നു. സുമ്മൻ ഫത്തല പിന്നെ ഞങ്ങൾ തിരിഞ്ഞു, ഇലൈന ഞങ്ങളിലേക്ക്, ഞങ്ങളുടെ ഭാഗത്തിലേക്ക് ഞങ്ങൾ തിരിഞ്ഞു. സുമ്മക്കാല പിന്നെ പറഞ്ഞു, അമ്മ എന്തായാലും ഇനി സൗഹദ്യത്ത് ഞാൻ നിങ്ങളോട് സംസാരിക്കുകയാണ്, ഇപ്പോൾ സംസാരിക്കാം. ആ ഒരു കാര്യം ഹബസനി എന്നെ ആ കാര്യം പിടിച്ചു വെച്ചു, അങ്കും നിങ്ങളെ തൊട്ട് അല്ല കഥാത ഈ പ്രഭാതത്തിൽ എനിക്ക് സുബിക്ക് വരാൻ വൈകിയത് ആ കാര്യങ്ങൾ കാരണത്താലാണ്. ഇനി കുന്തു മിന്നലയിൽ ഞാൻ രാത്രി നിന്ന് എഴുന്നേറ്റു. എന്നിട്ട് ഫത്തവല്ല ഞാൻ വുളൂ ചെയ്തു. വസല്ലത്ത് ഞാൻ നിസ്കരിച്ചു. മാ കുദ്ദറലി മാ ഒന്ന്, അതായത് ഒരെണ്ണം കുദ്ദറ കണക്കാക്കപ്പെട്ട് ലീ എനിക്ക് അതിന് ആ എണ്ണത്തെ. അപ്പോൾ എത്രയാണ് എനിക്ക് കണക്കാക്കുക അത്രയും നിസ്കരിച്ചു ഞാൻ. എങ്ങനെ എന്നിട്ട് എന്താണ് ഇവിടെ വായിക്കാം. ഫന അസ്തു അല്ലേ, അപ്പോൾ എനിക്കൊരു എന്താണ് ഉറക്കം തൂക്ക് ബാധിച്ചു അല്ലേ, ഉറക്കം തൂക്ക് ബാധിച്ചു, തൂങ്ങി ഉറക്കം ബാധിച്ചു. അതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഫന അസ്തു ഫീ സലാത്ത് എൻ്റെ നിസ്കാരത്തിൽ ഇങ്ങനെ ഒരു ഉറക്കം തൂക്കം. ഹത്ത അങ്ങനെ ഇസ്തഖൽത്തു ഞാൻ ഭാരമുള്ളവനായെന്ന് വെച്ചാൽ എന്താണ്, എനിക്ക് നിൽക്കാൻ താങ്ങാതായി, ഉറക്കം ശക്തമായി എന്നാണ്. ഇസ്തഖൽത്തു ഉറക്കം അങ്ങോട്ട് വല്ലാതെ അങ്ങോട്ട് ബാധിച്ചു. ഫൈദാന അപ്പോൾ ഞാൻ നല്ല ഉറക്കമായപ്പോൾ എന്തായി, ഫൈദാന അപ്പോൾ ഞാൻ റബ്ബി എൻ്റെ റബ്ബിൻ്റെ അടുക്കലാണ്. തബാറക വ തആല അനുഗ്രഹീതനും ഉന്നതനുമായ. ഫി അഹ്സനി സൂറ മുമ്പ് പറഞ്ഞായിരുന്നു, ഞാൻ തന്നെ ഏറ്റവും നല്ല സൂറത്തിലായി, അള്ളാന്ന് പറയണ്ട, ഞാൻ തന്നെ ഏറ്റവും നല്ല രൂപത്തിലായ നിലയ്ക്ക്. അപ്പോൾ കാലം എന്നിട്ട് അത് ചോദിച്ചു, അപ്പോൾ യാ മുഹമ്മദ് ഓ മുഹമ്മദെ കുറിച്ച് ഞാൻ പറഞ്ഞു, ലബൈക റബ്ബി എൻ്റെ റബ്ബെ നിനക്ക് ഞാനിത് ഉത്തരം ചെയ്തിരിക്കുന്നു. കാല അള്ള പറഞ്ഞു, ഫീമ യഖ്തസിം ഏതൊരു കാര്യത്തിലാണ് തർക്കിക്കുന്ന അൽ മലവുൽ അല്ല ഉന്നതമായ ആ സമൂഹം, മലായികത്തുൽ മുഖറബീനെ ഏതിലാണ് തർക്കിക്കുന്നത്. കുറിച്ച് ഞാൻ പറഞ്ഞില്ല അതിന് എനിക്കറിയില്ല. കാല ഹാ അള്ള പറഞ്ഞു, അള്ള അവകളെ പറഞ്ഞ് സലാസ മൂന്നെണ്ണമായിട്ട് പറഞ്ഞു. കാല അള്ള പറഞ്ഞു എന്താണ് കാല നബിതങ്ങൾ പറയുകയാണ്, ഫറഅയ്തുഹു ഞാൻ അള്ളാഹയെ കണ്ടു. വദഅ കഫഹു അള്ളാഹുവിൻ്റെ മുൻകയ്യെ വെച്ചതായിട്ട്, ബൈന കതിഫയ്യ എൻ്റെ രണ്ട് ചുമലുകൾക്കിടയിൽ, ഹത്ത വജത്തു ഞാൻ അനുഭവിക്കുന്നിടം വരെ, എനിക്ക് കിട്ടുന്നിടം വരെ, ബർദ അനാമിലിഹി അള്ളാഹുവിൻ്റെ വിരൽ തലപ്പുകളുടെ തണുപ്പ്, ബൈന സദയ്യ എൻ്റെ രണ്ട് മുലകൾക്കിടയിൽ, ഫ തജല്ലാലി അപ്പോൾ എനിക്ക് വെളിവായി, കുല്ലുഷൈൻ എല്ലാ സംഗതികളും, വാറഫ്തു ഞാൻ എല്ലാത്തിനെയും മനസ്സിലാക്കുകയും ചെയ്തു. ഫഖാല അള്ള പറഞ്ഞു, മുഹമ്മദെ കുൽത്തു ഞാൻ പറഞ്ഞു, ലബ്ബൈക റബ്ബി എൻ്റെ റബ്ബെ നിനക്ക് ഞാനിതാ ഉത്തരം ചെയ്തിരിക്കുന്നു. കാല അള്ള ചോദിച്ചു, ഫീമ യഖ്തസിമു ഏതൊരു വിഷയത്തിലാണ് തർക്കിക്കുന്നത്, അൽ മലവുൽ അല ഉന്നത സംഘം. കുൽത്തു ഞാൻ പറഞ്ഞു, ഫിൽ കഫാറാത്തി പാപങ്ങൾ പൊറപ്പിക്കുന്ന കാര്യങ്ങളിലാണ്. കാല അള്ള ചോദിച്ചു, അമാഹുന്ന കഫാറാത്തുകൾ ഏതൊക്കെയാണ്. അപ്പോൾ കുൽത്തു ഞാൻ പറഞ്ഞു, മഷിയുൽ അക്ദാമി വിരലുകളെ കൊണ്ട് കാൽപാദങ്ങളെ കൊണ്ട് നടക്കുക, ഇലൽ ജമാഅത്ത് നിസ്കാരങ്ങളിലേക്ക്, വൽ ജുലൂസു ഫിൽ മസാജിദ് പള്ളികളിൽ ഇരിക്കുക, ബാദ സ്വലാത്ത് നിസ്കാരങ്ങൾക്ക് ശേഷം, വൈസ്ബാവുൽ ഉളുവിനെ പരിപൂർണ്ണമായിട്ട് ചെയ്യുക, ഹത്തൽ ഹീനൽ കരീഹാത്തി വെറുക്കുന്ന അവസ്ഥകളുടെ വേളകളിൽ അല്ലേ, വെറുക്കലുകളുടെ വേളയിൽ, അതായത് വെറുപ്പ് ഉളു എടുക്കാൻ മടി ഉണ്ടാകുന്ന വേളയിൽ ഉളു ചെയ്യും. കാല പിന്നെ അള്ളാഹ് ചോദിച്ചു, സുമ്മ ഫീം പിന്നെ ഏതിലാണ്. കുൽത്ത് ഞാൻ പറഞ്ഞു, ഫിദ്ദർജാത്ത് സ്ഥാനമാനങ്ങൾ നേടിയെടുക്കുന്നില്ല. കാല അള്ളാഹ് ചോദിച്ചു, അമാഹുൻ അതേതൊക്കെയാണ്. കുൽത്ത് ഞാൻ പറഞ്ഞു, ഇത് ആമുത്താനി ഭക്ഷണം ഭക്ഷിപ്പിക്കാം, പിന്നെ വലയ്യിനുൽ കലാമി സംസാരത്തിന് നേർത്തതാക്കുക, വസ്സലാത്തു നിസ്കരിക്കുക, വന്നാസു സിയാം ഏതൊരു സ്ഥിതി ജനങ്ങൾ ഉറങ്ങിക്കൊണ്ടിരിക്കുക. സുമ്മ കാല പിന്നെ അള്ളാഹ് ചോദിച്ചു,
അള്ള പറഞ്ഞു സൽ മുഹമ്മദ് നീ ചോദിക്ക്. അപ്പം എന്തും ചോദിച്ചോളാനുള്ളത്. കുൽ ഞാൻ പറഞ്ഞു അള്ളാഹു ഇനി നിശ്ചയം ഞാൻ അസലക്ക് നിന്നോട് ചോദിക്കുന്നു ഫീലൽ ഖൈറാത്ത് നന്മകളെ എനിക്ക് ചെയ്യാൻ പറ്റാനും തർക്കൽ മുൻകറാത്ത് ഈ തിന്മകളെ ഉപേക്ഷിക്കാനും പറ്റാനും വഹബൽ മസാക്കീൻ പാവങ്ങളെ സ്നേഹിക്കാനുള്ള ഒരു ഇതൊക്കെ ഉണ്ടാവണേന്ന് വാൻ തഗഫുർലി എനിക്ക് നീ പുറത്തു തരലിനെയും തർഹമനി എനിക്ക് നീ റഹ്മത്ത് ചെയ്യലിനെയും വൈദാറത്ത നീ ഉദ്ദേശിച്ചാൽ ഫിത്തിനത്ത് എന്തെങ്കിലും കുഴപ്പത്തെ ഉദ്ദേശിച്ചാൽ ഫീക്കോമിന് ഒരു സമൂഹത്തിൽ ഫതവഫനി അപ്പം നീ മടുപ്പിക്കണേ വൈറ മഫ്തൂനി കുഴപ്പത്തിൽ അകപ്പെടാത്തവനായ നിലക്ക് വാസലൊക്കെ നിന്നോട് ഞാൻ ചേടുന്നു ഹുബ്ബക്ക നിന്നോടുള്ള സ്നേഹത്തെ ഹുബ്ബ മയ്യുഹിബുക്ക നിന്നെ ഇഷ്ടപ്പെടുന്നവരോടുള്ള ഇഷ്ടത്തെയും ഹുബ്ബ അമലി ഒരു അമലിനോടുള്ള ഇഷ്ടത്തെ എങ്ങനെയുള്ള അമലി യുകരിബിന് എന്നെ അടുപ്പിക്കും അത് ഇലാ ഹുബിക്ക നിൻ്റെ സ്നേഹത്തോട്. ഫക്കാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞാൽ ഇന്നഹാ നിശ്ചയം അത് ഹക്കുൻ അത് യാഥാർത്ഥ്യമാണ് ഫദർസൂഹ. ഇപ്പോൾ പറഞ്ഞൊക്കെ യാഥാർത്ഥ്യമായ കാര്യങ്ങളാണ് ഈ കലിമത്തും എല്ലാം. അപ്പോൾ ഇതെന്ത് ചെയ്യാം പഠിപ്പിച്ചു കൊടുക്കുക. സുമ്മ തുഅല്ലിമൂഹ പിന്നെ നിങ്ങളതിനെ പഠിപ്പിച്ചു കൊടുക്കുക. അതിനെ ഫദറസൂഹ ഫദറസൂഹ നിങ്ങളതിനെ പഠിക്കുക എന്നാണ് കേട്ടോ. നിങ്ങളതിനെ പഠിക്കുക. സുമ്മ തുഅല്ലിമൂഹ പിന്നെ നിങ്ങളതിനെ എന്ത് ചെയ്യണം പഠിപ്പിച്ചു കൊടുക്കണം. ഇവിടെ വായിക്കുക തുഅല്ലിമൂഹ അല്ലേ. റവാഹു അഹ്മദ് വത്തുർമദി വഖാല ഹാദാ ഹദീസ് തുർമദിമാൻ പറഞ്ഞ ഹാദാ ഹദീസുൻ ഹസനുൻ സഹീഹുൻ. വസഅൽതു മുഹമ്മദ് ബിൻ ഇസ്മായിൽ എന്നവരോട് അതായത് ഇസ്മായിൽ ബുഖാരി റളിയല്ലാഹു അൻഹുവിനോട് തുർമദിമാൻ ചോദിച്ചു ഹാദൽ ഹദീസ് ഈ ഹദീസിനെ പറ്റി. അപ്പോൾ കാലം ബുഖാരി ഇമാം പറഞ്ഞു ഹാദാ ഹദീസുൻ സഹീഹ് ഹാദൽ ഹദീസ് ഈ ഹദീസ് സഹീഹാണ്. വാൻ അബ്ദുല്ലാഹി ബിൻ അംർ ബിൻ ആസ് റളിയല്ലാഹു അൻഹുമാ അന്നഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ പറയാറുണ്ടായിരുന്നു ഇദാ ദഖൽ മസ്ജിദ് പള്ളിയിൽ കയറുമ്പോൾ അഊദു ബില്ലാഹി അലീമി മഹാനായ അള്ളാഹുവിനെ കൊണ്ട് കാവലിനെ തേടുന്നു അള്ളാഹുവിനോട് കാവലിനെ തേടുന്നു. അപ്പോൾ വജീൽ കരീം അള്ളാഹുവിൻ്റെ മുഖം കൊണ്ട് ഉദാരമായ മുഖം കൊണ്ട് സുൽത്താനിഹിൽ ഖദീം അള്ളാഹുവിൻ്റെ ഖദീമായ ഏറ്റവും ആദ്യമേ ഉള്ള ആ ഒരു സുൽത്താൻ അല്ലേ അള്ളാഹുവിൻ്റെ ആ ഒരു തെളിവ് വ്യക്തമായ തെളിവ് അതുകൊണ്ട് അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ ആ ഒരു ആധിപത്യം അല്ലേ ആധിപത്യം കൊണ്ട് ഞാൻ തേടുന്നു. പിന്നെ ശൈത്താൻ റജീം ആ സഹായം തേടുന്നു കാവൽ തേടുന്നു. പിന്നെ ശൈത്താൻ റജീം ശപിക്കപ്പെട്ട പിശാചിൽ നിന്ന്. കാല റായു പറയാണ് ഫൈദ കാല ദാലിക നബിതങ്ങൾ പറഞ്ഞു ഫൈദ കാല ദാലിക ഒരു മനുഷ്യൻ അതിനെ പറയുമ്പോൾ പള്ളിയിലൊക്കെ കയറുമ്പോൾ കാല ഷെയ്ത്താൻ പറയും ഹൂഫില അവൻ സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നു എന്നിൽ നിന്നും സായിർ അലിയൗമി ഇന്നത്തെ ദിവസത്തിൻ്റെ ബാക്കിയുള്ളത് ഇതുവരെ ഉള്ളത് കഴിഞ്ഞ് ഇനിയുള്ള ബാക്കി എത്ര സമയമുള്ള അത്ര സമയം എന്നിൽ നിന്ന് അവന് സംരക്ഷണം ഉണ്ട് എന്ന് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞുതരും. റവാഹു അബൂ ദാവൂദ്. വാൻ അതാഇബ്നു യസാർ റളിയല്ലാഹു അൻഹു അന്നഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ ലാ തജ്അൽ ഖബ്രി എൻ്റെ ഖബറിനെ നീ ആക്കല്ലേ വസന ഒരു വിഗ്രഹമാക്കല്ലേ യുഅബുദു ആരാധിക്കപ്പെടുന്ന ഇസ്തദ്ദ ഗളബുല്ലാഹി അള്ളാഹുവിൻ്റെ കോപം ശക്തമായിട്ടുണ്ട് അലാ ഖൗമിൻ ഒരു സമൂഹത്തിൻ്റെ മേൽ ഇത്തഹദൂ കുബൂർ അംബിയ അവരിലേക്ക് നിയോഗിതരായ പ്രവാചകന്മാരുടെ ഖബറുകളെ അവരാക്കി മസാജിദ പള്ളികളാക്കി. റവാഹു മാലിക്കുൻ മുർസല. വാൻ മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹുമാ അന്നഹു ഖാല ഖാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ യസ്തഹിബു നബി തങ്ങൾ ഇഷ്ടപ്പെടാറുണ്ടായിരുന്നു അസ്സലാത്ത ഫി ഹീത്താൻ എന്ന് വെച്ചാൽ സമതല പ്രദേശമാണ്. സമതല പ്രദേശത്ത് വെച്ചുള്ള നിസ്കാരത്തിന് നബി തങ്ങൾ ഇഷ്ടപ്പെടും. കാല ബാദു റുവാത്ത് ഈ ഹദീസിൻ്റെ റായിമാർ ചിലർ പറഞ്ഞു ഇവിടെ ഉദ്ദേശിക്കുന്ന ഹീത്താൻ കൊണ്ട് ഉദ്ദേശിക്കുന്ന അൽ ബസാത്തീൻ ബുസ്താനുകളാണ്. അതായത് തെങ്ങ് അങ്ങനത്തെ കമുക് ഹക്കീദത്തല്ല ബുസ്താൻ എന്ന് വെച്ചാൽ തോട്ടം കെട്ടുമതിലൊക്കെ ഉള്ള ചുറ്റുമതിലൊക്കെ ഉള്ള അത്തരം തോട്ടങ്ങൾ മരങ്ങൾ പോലത്തെ സാധനങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അവിടെ നിന്ന് നിസ്കരിക്കൽ നബി തങ്ങൾ ഇഷ്ടപ്പെട്ടിരുന്നു എന്ന്. റവാഹു തുർമുദി വഖാല ഹാദാ ഹദീസുൻ ഗരീബുൻ ലാ നഅരിഫുഹു ഇല്ലാ മിൻ ഹദീസിൽ ഹസൻ ഇബ്നു അബി ജാഫർ. ഹസൻ ഇബ്നു അബി ജാഫറിൻ്റെ ആ ഒരു തരീഖിലൂടെ അല്ലാതെ ഈ ഹദീസ് നമുക്കറിയില്ല എന്ന് ആര് പറഞ്ഞു? തുർമുദിയും പറഞ്ഞു. ഇത് ഗരീബായ ഹദീസാണ്. അതുകൊണ്ട് തന്നെ അതുപോലെ ഹസൻ ഇബ്നു അബി ജാഫർ എന്നുള്ളവർ ഖദ വഅഫഹു യഹ്യ ഇബ്നു സഅദ് എന്നവർ അദ്ദേഹത്തിന് എന്താക്കിയിട്ടുണ്ട് ലഈഫാണെന്ന് പറഞ്ഞിട്ടുണ്ട്. വഗൈറുഹു അവരല്ലാത്തവർ.
വാൻ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അർലി സലാത്ത് റജുൽ ഒരാളുടെ നിസ്കാരം ഫി ബൈത്തിഹി അവൻ്റെ വീട്ടിൽ ബി സലാത്തിൻ ഒരു നിസ്കാരം കൊണ്ടാണ്. അപ്പോൾ ഒരു നിസ്കാരം നിസ്കരിച്ച ഒരു നിസ്കാരത്തിൻ്റെ പോലെ. സലാത്ത് അവൻ്റെ നിസ്കാരം ഫി മസ്ജിദിൽ കബാഇലി കബീലുകളുടെ മസ്ജിദിൽ, ഓരോരുത്തരുടെ ഓരോ കബീല ഉണ്ടാവുമല്ലോ. ഞാൻ എൻ്റെ കുടുംബക്കാരെ സമഗമിക്കുന്ന ആ പള്ളിയിൽ പോയി നിസ്കരിച്ചാൽ ബി ഹംസിം വൈശിരീന സല 25 നിസ്കാരം കൊണ്ടാണ്. അതായത് 25 നിസ്കാരത്തിൻ്റെ കൂലി ഉണ്ടാക്കും. അസലാത്ത് ആ മനുഷ്യൻ്റെ നിസ്കാരം ഫിൽ മസ്ജിദ് പള്ളിയിൽ, അല്ലെങ്കിൽ എങ്ങനെയുള്ള പള്ളിയാണ് യുജ്മഉ ഫീഹി അല്ലെങ്കിൽ യുജ്മഉ ഫീഹി ഫീഹി അതിൽ ജുമാ നടത്തപ്പെടും. അങ്ങനെയുള്ള പള്ളിയിലാണ് അവൻ നിസ്കരിച്ചെങ്കിലോ അപ്പോൾ ആ നിസ്കാരം ബി ഹംസി മിയത്തി സലാത്തി 500 നിസ്കാരം കൊണ്ട്, അതായത് 500 നിസ്കാരം സ്ഥാനത്തായിരിക്കും. ആ സലാത്ത് അവൻ്റെ നിസ്കാരം ഫിൽ മസ്ജിദിൽ അഖസയിലാണെങ്കിൽ ബി ഹംസീന അൽഫ് സലാത്ത് 50,000 നിസ്കാരങ്ങൾ കൊണ്ടായിരിക്കും ഉണ്ടാവുക ശ്രേഷ്ഠത. വസലാത്ത് ഫിൽ മസ്ജിദ് എൻ്റെ മദീനത്തെ പള്ളി ഉണ്ടല്ലോ, അവിടെ ആണെങ്കിലോ ബി ഹംസീന അൽഫ് സലാം 50,000 നിസ്കാരങ്ങൾ കൊണ്ടാണ് ശ്രേഷ്ഠ ഉണ്ടാവുക. വസലാത്ത് അവൻ്റെ നിസ്കാരം ഫിൽ മസ്ജിദിൽ ഹറാമിലാണെങ്കിലോ ബി മിഅത്തി അൽഫ് സലാം 1,00,000 നിസ്കാരത്തിൻ്റെ സ്ഥാനത്തുണ്ടാവും. റവാഹു ഇബ്നു മാജ. വാൻ അബീദർ റളിയല്ലാഹു അൻഹു ഖാല ഖുൽതു ഞാൻ ചോദിച്ചു യാ റസൂലല്ലാഹ് അല്ലാഹുവിൻ്റെ റസൂലെ അയ്യു മസ്ജിദ് ഏത് പള്ളിയാണ് ഉളിയ വെക്കപ്പെട്ടത് ഫിൽ അർളി ഭൂമിയിൽ അവ്വലു എന്ന് വെച്ചാൽ എന്തെങ്കിലും വെച്ച് കൊടുത്താൽ മതി, എന്തെങ്കിലും കളയപ്പെട്ട മുലാഫിലേ ഉണ്ടാവും, അതിൻ്റെ മായനെ സങ്കല്പിക്കാതെ. അപ്പം ആദ്യമായിട്ട് ഭൂമിയിൽ വെക്കപ്പെട്ട പള്ളി ഏതാണ്? കാല നബി തങ്ങൾ പറഞ്ഞാൽ മസ്ജിദ് അൽ ഹറാം. കാല റാവി പറയാണ് കുൽത്ത് ഞാൻ ചോദിച്ചു സുമ്മയി പിന്നെ ഏതാണ്? കാല നബി തങ്ങൾ പറഞ്ഞു സുമ്മൽ മസ്ജിദ് അൽ അഖ്സയാണ്. കുൽത്ത് ഞാൻ ചോദിച്ചു കം ബൈനഹുമ ആ രണ്ടെണ്ണത്തിൻ്റെ ഇടയിൽ എത്ര കാലഘട്ടം ഉണ്ടെന്ന്. മസ്ജിദ് അൽ ഹറാമിനെ പണിത്, അതായത് കാബാലയത്തെ പണിത്, പിന്നെന്താണ് മസ്ജിദ് അൽ അഖ്സനെ പണിത്, അതിന് രണ്ടിൻ്റെ ഇടയിൽ എത്ര കാലഘട്ടമുണ്ട്? കാല നബി തങ്ങൾ പറഞ്ഞു 40 കൊല്ലം. സുമ്മൽ അർളു ലക്ക മസ്ജിദ് പിന്നെ ഭൂമി ഉണ്ടല്ലോ അത് ലക്ക നിനക്കുള്ളതായി നിൽക്കുന്ന മസ്ജിദ് പള്ളിയാണ്, അതായത് നിനക്ക് സുജൂദ് ചെയ്യാൻ പറ്റുകയാണെന്ന് ഭൂമി. ഫൈസുമ അദ്റകത്ക എപ്പോഴൊക്കെ നിനക്ക് കിട്ടിയോ അസ്സലാത്ത് നിസ്കാരം അപ്പോഴൊക്കെ ഫസല്ലി നിസ്കരിച്ച. മുത്തഫഖുൻ അലൈഹി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.